السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. തുമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മതം സുരക്ഷയാകുന്നു എന്ന മഹത്തായ ഒരു ആദർശത്തെയും സന്ദേശത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ 19-ാം തീയതി നടക്കാനിരിക്കുന്ന മുജാഹിദ് ജില്ലാ ദഅവാ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യത്യസ്ത മത വിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ജീവിക്കുന്ന ഇരിട്ടി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ടൗണിൽ അതിന്റെ ഒരു ആശയ പ്രബോധന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്റെ പ്രഭാഷണം ഇത് ആദ്യത്തേതോ അല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇരിട്ടി പ്രദേശത്ത് ധാരാളം ആളുകളെ സംഘടിപ്പിക്കുകയും അവരുടെ മനസ്സിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ എന്താണ് മതമെന്നും എന്തല്ല മതമെന്നും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അനന്തമായ പ്രത്യാക്രമണങ്ങളെ സംബന്ധിച്ചുള്ള സ്വാസ്ഥ്യം കെടുത്തുന്ന അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ചുള്ള ഗൗരവമായ ഉത്ബോധനവും മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശാന്തമായി കേൾക്കാൻ ഒരു പരിധിവരെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അങ്ങാടിയും ബഹളവും ബസ്സും വാഹനവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പൊതു അവധി എന്ന നിലയിൽ സർക്കാർ അംഗീകരിച്ച ഒരു ദിനം ഇന്നായതുകൊണ്ട് തന്നെ കുറെയൊക്കെ അതിന് കുറവുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സമ്മേളനവും ഒരു പ്രസംഗവുമൊക്കെ മനുഷ്യന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. അനന്തപരകോടി ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ. നമുക്കൊക്കെ അറിയാം, ആ ജീവജാലങ്ങളൊന്നും സ്കൂളുകൾ നടത്തുന്നില്ല, ഷോപ്പിംഗ് മാളുകൾ നടത്തുന്നില്ല, കലാലയങ്ങളോ എഞ്ചിനീയറിംഗ് കോളേജുകളോ ഡിഗ്രി തല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോ ഒന്നും ജന്തുലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ജന്തുക്കളിൽ നിന്ന് വിഭിന്നമായി മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി
അപ്പൊ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പള്ളിമിനാരങ്ങളിൽ നിന്നുള്ള ബാങ്കുലിയും അമ്പലങ്ങളിൽ നിന്നുള്ള ശങ്കുലിയും ചർച്ചുകളിൽ നിന്നുള്ള മണിയടിയും ഒന്നിച്ചു മേടിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലവും മരണശേഷമുള്ള ചരിത്രവും ഒക്കെ ഓർക്കുന്ന ഒരു ഘട്ടമാണിത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം അനുഭവിച്ചുകൊണ്ട് ലോകമത മഹാസമ്മേളനത്തിന് വിവേകാനന്ദൻ പങ്കെടുക്കുകയുണ്ടായി. വിവേകാനന്ദൻ കാഷായ വസ്ത്രം ധരിച്ച 30 വയസ്സായിരുന്നു അന്ന് സ്വാമി വിവേകാനന്ദൻ. നല്ല യുവാവായിരുന്ന കാലഘട്ടമാണ്. അത്രയും ശ്രദ്ധേയമായ പ്രഭാഷണ ചാതുരി കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നുള്ള ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ വേഷവും അദ്ദേഹത്തിന്റെ രൂപവും തലമുണ്ടനം ചെയ്ത അദ്ദേഹത്തിന്റെ ഇരുത്തവും കാഷായ വസ്ത്രവും ഒക്കെ അമേരിക്കയിലെ ഉയർന്ന ജനവിഭാഗങ്ങൾ പരിഹാസത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ വിവേകാനന്ദന്റെ ഊഴമായപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മനോഹരമായ വാക്ക്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ, എല്ലാവരും സഹോദരങ്ങളാണ്. എല്ലാവരും മനുഷ്യന്റെ ഒരു തുടക്കമുണ്ടല്ലോ ലോകത്ത്. ആദ്യമായ ഒരു പിതാവ്, മാതാവ്, അവരിൽ നിന്നുള്ള ആദ്യ മക്കൾ, പിന്നെ തലമുറകളായി കുറെ ആളുകൾ ആണും പെണ്ണുമായി ഭൂമിയിൽ ഉണ്ടായി. അതാണ് നമ്മൾ. അല്ലാതെ നമ്മളിൽ ഭഗവാൻ ഒരു പ്രത്യേക വിഭാഗത്തെ അവന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനായും, പിന്നെ കുറെ ആളുകളെ ക്ഷത്രിയരായി കൈകളിൽ നിന്ന്, പിന്നെ കുറെ ആളുകളെ തുടകളിൽ നിന്ന് വൈശ്യരായി, പിന്നെ കുറെ ആളുകളെ ബ്രാഹ്മണന് പാദസേവ ചെയ്യുന്ന ശൂദ്രനായി ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അതൊക്കെ ദൈവത്തിന്റെ പേരിൽ നുണ പറയുകയായിരുന്നു. സ്വാർത്ഥംപരികളായ പുരോഹിതന്മാരും മനുഷ്യരും ജാതിഭ്രാന്തമുത്ത ആളുകളും എന്ന് നമുക്കറിയാം. ഇരുട്ടിയിലായിരുന്നാലും ലോകത്തെവിടെയായിരുന്നാലും, പാകിസ്ഥാനാവാം, ബംഗ്ലാദേശ് ആവാം, ഇന്ത്യയുടെ ഏത് ഭാഗങ്ങളുമാകാം, ഏത് സ്റ്റേറ്റുകളുമാകാം, ഇറാനാകാം, ഇനി ഇറാഖോ ഫലസ്തീനോ ചെച്നിയോ എവിടെയാവാം, ലോകത്തിന്റെ ഏത് ഭാഗത്തും ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആരാ? അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ ആദമിന്റെ മക്കളാണ്, ഒരച്ഛനും ഒരമ്മയുടെയും മക്കളാണ്. ഈ ബോധമാണ് മതവും ദർശനവും ലോകത്തിന് നൽകുന്നത്. അരുത്, ചമ്മത്തല്ലരുത്, കഴുത്തറക്കരുത്, കൊല്ലരുത്, അതൊന്നും നിങ്ങൾക്ക് യാതൊരു നിലക്കും സമാധാനം നൽകില്ലേ. ചേരിതിരിഞ്ഞ് ചമ്മിലടിച്ച് കലാപങ്ങളേന്തി കാലുഷ്യത്തിന്റെ ഭൂമികൾ സൃഷ്ടിച്ച് നിങ്ങൾ കടന്നു പോകരുത്. സ്നേഹവും ആർദ്രതയും വലിവും മനകമ്പയും സഹാനുഭൂതിയും സാവർത്തിത്വവും നിങ്ങളുടെ ജീവൽ ഗന്ധിയായി മാറണം. പക, വിദ്വേഷം, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കടുമ്പുകൾ, അതുപോലെ തന്നെ ഇതെല്ലാം ശത്രുത, ഇതൊന്നും നിങ്ങൾക്ക് നന്മയല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ലോകവേദങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുകയും, ഇപ്പൊ നമുക്കറിയാം ശ്രദ്ധ എന്നത് വാഹനങ്ങൾ ഓർണം അടിച്ചോ കടന്നു പോകും, നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോ. അതില്ലാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ശ്രുമേ പരം വച. അർജുന, നീ ഞാൻ പറയണേ ശ്രദ്ധിച്ചു കേൾക്കണം, ശാന്തമായി കേൾക്കണം, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. യാ യുവന്നാസ് ദുരിബ മസലും ഫസ്തമിഉ ലഹു. മനുഷ്യരെ, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയും, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധ വളരെ പ്രധാനമാണ്. അതാണ് വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്ക് എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരോടും ശ്രദ്ധിച്ചു കേൾക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എവിടെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് എന്താണ് വേദഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. വേദഗ്രന്ഥം എന്താണെന്ന് അറിയാത്തവരാണ് മതവിശ്വാസികളിലെ ഭൂരിപക്ഷം. മതനിഷേധികൾ വളരെ കുറവാണ്. അവർക്ക് വേദത്തോട് താല്പര്യമില്ല, പ്രവാചകന്മാരോട് അവർക്ക് താല്പര്യമില്ല, മൂല്യങ്ങളോട് അവർക്ക് താല്പര്യമില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നത് അവർ അംഗീകരിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതൊരു സൃഷ്ടാവാണെന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല. മുട്ടസൂചി താനേ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവന് മെന്റലാണെന്നും, ഈ പ്രപഞ്ചം താനേ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ മഹാബുദ്ധിജീവിയുമാണെന്ന് അംഗീകരിക്കാനാണ് ഈ നട്ടലില്ലാത്ത വർഗം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഇത് താനേ ഉണ്ടായതാ, നിനക്ക് വട്ട ഉളമ്പാറെ കൊണ്ടുപോകണം,
13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനോ അത് തന്നെ ഉണ്ടായതാണ്. അന്നയോ അന്ന മാസാഡിസിനും കൊണ്ടേ ചേർന്നല്ലേ. ആ ജാതി വിവരക്കേടിന് അന്നെ പോലത്തെ ആളുകളെ കിട്ടുന്നല്ലാതെ മനുഷ്യരായി പറഞ്ഞവരെ കിട്ടുമോ? ഒരു മുട്ടുസൂചി ഉണ്ടാകാൻ 6 ഘടകങ്ങൾ വേണം. വൈദ്യുതി വേണം, മെറ്റീരിയൽസ് വേണം, ഉൽപ്പന്നങ്ങൾ വേണ്ടേ? വേണം. അതുപോലെ തൊഴിലാളികൾ വേണ്ടേ? വേണം. ഫാക്ടറികൾ വേണ്ടേ? വേണം. അതിനാവശ്യമായ അച്ചുകൾ വേണ്ടേ? എല്ലാം വേണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു മുട്ടുസൂചി ഉണ്ടാവുക. 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനോ ചുമ്മാ ഉണ്ടായതാണ് എന്ന് പറയാം. എന്നിട്ട് ഒരു തുണിസഞ്ചി തോളിൽ തൂക്കി ഒരു ജുബ്ബയിട്ട് ഞാൻ യുക്തിവാദിയാണെന്ന് പറയാം. അങ്ങനെയുണ്ട്. എന്റെ യുക്തിക്ക് വാദാണ്, അത് സത്യമാണ്. നീ യുക്തിവാദിയാണ്. യുക്തിക്ക് വാദം പിടിച്ചു പോയവൻ, യുക്തി വർക്ക് ചെയ്യാത്ത. അതാണ് അതിന്റെ നേർക്ക് ചൊവ്വയുള്ള അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ഈ കാണുന്ന കൃമികീടങ്ങൾ ആരതിനെ ഉണ്ടാക്കിയത്? ലോകത്തിലെ മുഴുവൻ ശാസ്ത്രകാരന്മാരും ഒന്ന് ചേർന്ന ഇതിന്റെ ഒരു ചിറകുണ്ടാക്കാൻ കഴിയോ? ഇതിന്റെ ഒരു കാലുണ്ടാക്കാൻ കഴിയോ? ദൈവത്തിന് പുറമെ നിങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തുക്കളുമുണ്ടോ? 31-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. ഒരു ഈച്ചയെങ്കിലും ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? 22-ാം അധ്യായം 73-ാമത്തെ വചനമാണ്. ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ആരെങ്കിലും അധീനപ്പെടുത്തിയിട്ടുണ്ടോ? 35-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ഒരു ഫ്രൂട്ടും ശ്രീരാമൻ ഉണ്ടാക്കിയല്ല, ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു കൊതുകിന്റെ കാല് പോലും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയാം. ഒരു പുഷ്പവും അദ്ദേഹം ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. അനന്ത വിസ്തൃതമായ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അവർക്ക് ആർക്കും പങ്കില്ല. ഇല്ല, സത്യമാണത്. ഗുരുവായൂരപ്പനില്ല, പിശാരിക്കാവിൽ അമ്മക്കില്ല, വേളാങ്കണ്ണി മാതാവിനില്ല, ഉള്ളാളം തങ്ങൾക്കില്ല, മമ്പർ തങ്ങൾക്കില്ല, ആർക്കില്ല, ഒരാൾക്കില്ല. മനുഷ്യരൊക്കെ അവന്റെ സൃഷ്ടികളാണ്. സിംഹവും ആനയും കുതിരയും പാമ്പും തേളും പെരിച്ചായും ഒക്കെ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതെ, തുളസിച്ചെടി മുതൽ ആൽത്തറ വരെ, എലി മുതൽ പശു വരെ എല്ലാം പടച്ചുതമ്പുരാന്റെ സൃഷ്ടികളാണ്. ഈ അനന്ത പരകോടി ജീവജാലങ്ങളെ ആര് സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നത് നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടി ദീദീവികൻ എന്നാണ്, വിരാട് പുരുഷൻ എന്നാണ്, ഇതുവാൻ എന്നാണ്. വേദക്കുൺ എന്ന സംസ്കൃത പദമാണ്. എനിക്കതിന് പറയാൻ പറ്റും. ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ചത് ആരാ? ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഈശ്വരൻ, അല്ലാഹു, അൽ ഇലാഹ്, ഉടയതമ്പുരാൻ, പടച്ചതമ്പുരാൻ, സർവ്വചരാചരങ്ങളുടെയും നാഥൻ അവനാണ്. ഈ പുഴകൾ ഒഴുകുന്നുവെങ്കിൽ അതിലെ H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിച്ചേർന്നിട്ടാണ് വെള്ളമുണ്ടാകുന്നത്. ഹൈഡ്രജന്റെ പൊതുവേ ഉള്ള ഗുണം സ്വയം കത്തുക എന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടിച്ചേർന്നാൽ ഉണ്ടാകേണ്ടത് സ്ഫോടനാത്മകമായ അഗ്നിസ്ഫുലിംഗങ്ങളാണ്, അഗ്നിജ്വാലകളാണ്. പക്ഷെ ഉണ്ടായത് വെള്ളമാണ്. ആരുണ്ടാക്കി? അല്ലാത്തൊരു ചോദ്യമാണ്. ഖുർആൻ ഒരു ചോദ്യമുണ്ട്. ഖുർആൻ നിസ്സാരമായ ഒരു ഗ്രന്ഥമല്ല. ഖുർആൻ നിസ്സാരമായ ഒരു ഗ്രന്ഥമല്ല. എന്താ മുഹമ്മദ് നബീനെ വിളിച്ചാൽ നാളുകൾ ചോദിക്കൽ, എന്താ റസൂലുള്ളാഹിനെ വിളിച്ചാൽ, എന്താ റസൂലുള്ള മരിച്ചാലും അദ്ദേഹത്തെ വിളിച്ചൂടെ? പാടില്ല എന്നാ പറയാനല്ലേ. എന്താ പാടില്ലാത്തത്? പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നെ വിളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അല്ലാഹനെ മാത്രം വിളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിച്ചു. ബാപ്പ പറയാണ്, മോനെ ഒരു തുള്ളി മദ്യപിക്കരുത്. പിൽക്കാലത്ത് മകൻ പറയണം, ബാപ്പ അല്ല, ഒരു തുള്ളി ഒഴിവായിട്ടില്ല. കള്ളുചാപ്പിലെ മുഴുവൻ കള്ളുവിന്റെ പള്ളയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാപ്പാനോട് സ്നേഹമുണ്ടെന്ന് അതിന്റെ അർത്ഥം. അച്ഛൻ പറഞ്ഞു, മോനെ ഒരു തുള്ളി കള്ളുടിക്കരുത്. മകൻ പറഞ്ഞില്ല, അച്ഛൻ ഒരു തുള്ളിയും പുറത്തു പോലും ഒക്കെ പള്ളയിലാക്കാം. എന്നിട്ട് മകൻ പറയണ, എനിക്ക് അച്ഛനോട് സ്നേഹമാണ്. അങ്ങനെ ഉണ്ടാവും. കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ. ആരാ റബ്ബ്? കുൽ ഇന്നമാ അദൂ റബ്ബി, റബ്ബ് പരിപാലകൻ. ഏതൊന്നിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും അതിന്റെ എൻഡ് വരെ അതിനെ പരിപാലിക്കുന്നവൻ, പരിപാലകൻ. വല്ലാത്തൊരു പ്രയോഗമാണ്. റബ്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം അതാണ്, പരിപാലകൻ, സംരക്ഷകൻ, നാഥൻ, രക്ഷകൻ. സൂര്യനെ ആരാ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നത്? ലോകത്തിന്റെ നാഥൻ. 7 ആകാശങ്ങൾ, 7 ഭൂമി, ഈ 7 14 ലോകങ്ങൾ, കാനനങ്ങൾ, കാനനങ്ങളുടെ ഘോരവനങ്ങളുടെ വനാന്തരങ്ങളുടെ ഭീതിതമായ പ്രദേശങ്ങളിലെ ഗർജിക്കുന്ന സിംഹങ്ങളുടെ ഗർജനങ്ങളെ സംവിധാനിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും പകച്ചു നിൽക്കുന്ന മേഖല അതാണ്. ആരാ കൃഷ്ണ ഈ ലോകത്ത് പടച്ചത്? ഏതായാലും ശ്രീകൃഷ്ണനല്ല, ഉറപ്പാണ്. ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുമ്പോ ആകാശം ഉണ്ടായിരുന്നു. എന്റെ മാധവ, ഭൂമിയുണ്ട്, സൂര്യനും ചന്ദ്രനുമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, സൗരയൂഥങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്.
ഭക്ഷണമുണ്ട്, പാനീയങ്ങളുണ്ട്. ആര് എന്റെ കുഞ്ഞിക്കണ്ണ ഇതൊക്കെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടി ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാചാര പൃഥ്വിയും ദ്യാമു ദേവായ കശ്മൈ ജീവായ അവിശ്വാവിജയമാം. ഋഗ്വേദത്തിന്റെ 10-ാം അധ്യായം എല്ലാവർക്കും അറിയാം. 121-ാമത്തെ സൂക്തം 1-ാമത്തെ വക്കിൽ പറയുന്നത് എന്താണ്? ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ. ഈ ലോകം പടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ സർവശക്തനായ ഈശ്വരൻ ഉണ്ടായിരുന്നു. ഋഗ്വേദം 10 മണ്ഡലാതിനുള്ളത്, 10 മണ്ഡലങ്ങൾ. ആ 10-ാം മണ്ഡലം, ആ മണ്ഡലത്തിൽ പറയുന്നത് ഈ ലോകം പടക്കപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടാവുണ്ട്. ടൈം സ്പേസ് കാലഗണനകൾക്കപ്പുറത്തുള്ള സൃഷ്ടിനാഥൻ, അജയ്യനും അനുപമനും അദ്വിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനും പദാർത്ഥത്തിനതീതനും അളവറ്റ ദയാപരനും അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനും സർവ്വചരാചരങ്ങളോടും അളവറ്റ വാത്സല്യമുള്ളവനുമായ ലോകത്തിന്റെ സൃഷ്ടാവ്. നമുക്ക് ശ്വസിക്കാൻ വായു തന്നത് അവന്. അവൻ ഇന്നുവരെ നമ്മളോട് പണം ചോദിച്ചിട്ടുണ്ടോ? ആലോചിച്ചോ? ക്രിസ്ത്യാനി ആലോചിച്ചോ? ഉണ്ടോ? യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ജോർജെ, എലേമ്മയെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട്. കന്യാമറിയമിന് മുമ്പ് അവരുടെ അച്ഛനമ്മയുണ്ട്. അവരുടെ മുമ്പ് ആദാമുണ്ട്. ആദമിന് മുമ്പ് ലോകമുണ്ട്. എന്റെ പൊന്ന് സഹോദര, അതിനെ ആര് സൃഷ്ടിച്ചു? ഇതാണ് ചോദ്യം. ആ ചോദ്യം വളരെ പെർഫെക്റ്റ് അല്ലേ? ആർക്കതിനെ നിഷേധിക്കാൻ കഴിയാ? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം പൂജിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ പൂജാതനാകുമ്പോ എവിടെയുണ്ടായിരുന്നത്? ഈ ഭൂമിയിലേക്കാ ജനിച്ചത്. ഈ ഭൂമിയിലേക്കാ ജനിച്ചത്. അന്ന് ദശരഥ മഹാരാജുണ്ട്. എടോ, ആര് അദ്ദേഹത്തെ സൃഷ്ടിച്ചു? അദ്ദേഹം ശ്വസിച്ചുവല്ലോ, ആര് വായു നൽകി? അദ്ദേഹം കുടിച്ചുവല്ലോ, ആര് വെള്ളം നൽകി? വല്ലാത്തൊരു ചോദ്യല്ലേ? വല്ലാത്തൊരു ചോദ്യല്ലേ? അന്ന് സാഗരമില്ലേ, തിരമാലയില്ലേ, മത്സ്യങ്ങളില്ലേ, കടൽപുറ്റുകളില്ലേ, മുത്തും പവയവുമില്ലേ? ആര് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ. സർവചരാചരങ്ങളെയും അവനാണ് സൃഷ്ടിച്ചത്. അവൻ ഏകവചനമാണ്, ബഹുവചനമല്ല. വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അങ്ങനൊരു സങ്കല്പമല്ല. അത് ശരിയല്ല. വേദം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ, ചതുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഈശാവാശമിദം സർവം അല്ലേ? ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ഘടോപനിഷത്ത്, ശ്വേതോപനിഷത്ത് അല്ലേ? അങ്ങനെ എത്ര ഉപനിഷത്തുകള്, അരണ്യകങ്ങൾ, ശ്രുതികൾ, 18 പുരാണങ്ങൾ, 2 ഇതിഹാസങ്ങൾ, ഇതെല്ലാം ഉൾച്ചേർന്ന ആർഷ ഭാരത സംസ്കാരത്തിന്റെ അകക്കാമ്പുകൾ, ആത്മാവുകൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ പേര്? സുബ്രഹ്മണ്യൻ. എന്താ പേര്? ഞാൻ ചോദിച്ചു, എന്താ പേര്? വടകരയിൽ നിന്റെ കൂടെ കയറി അമ്മ ഭക്തനാ. പേരെന്താ? ശ്രീധരൻ. ഞാൻ ചോദിച്ചു, ഋഗ്വേദം വായിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്നോട് അയാൾ പറയാണ് ഋഗ്വേദോ? അതെന്താ സാധനം? ഹിന്ദുവായി ജനിച്ച് ചതുർവേദം പേര് പോലും അറിയില്ല. ഖുർആനിനെ പറ്റി പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് 69 പുസ്തകങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലുമില്ല. യോഹന്നാന്റെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം, ബർന്നബാസിന്റെ സുവിശേഷം. ആരാ സെൻപോള്? ആരാണ് സെൻപോള്? ക്രൈസ്തവ മതത്തെ അട്ടിമറിച്ച ജൂതനാരാ? പഠിച്ചില്ല, പഠിക്കാൻ തയ്യാറായില്ല. ലോഹ ധരിച്ചു, പള്ളമ്മല് കറുത്ത ബെൽറ്റ് കെട്ടി, ചുബട്ടു, തലപ്പാവ് ധരിച്ചു, താടി വെച്ചു, കാശായ വസ്ത്രം ധരിച്ചു, ആദിമഠ ശൃംഗേരി മഠാധിപതി എന്നൊക്കെ ഓമന പേര് വിളിച്ചു. പഠിച്ചില്ല, കൃത്യമായി പഠിച്ചില്ല. ഞാൻ ഉറച്ചു പറയണു, വേദഗ്രന്ഥങ്ങൾ പഠിച്ചില്ല. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്തിന് മാനസം. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്തിന് മാനസം. എന്താ അവൻ വേദം പഠിക്കാത്തത്? അവന്റെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? മണിച്ചിത്രത്തായിട്ട് അവന്റെ ഹൃദയത്തെ കൊട്ടിയടച്ചിരിക്കുകയാണോ? ഒന്ന് തുറക്ക്, എന്നിട്ട് നോക്ക്. കരിനില മുഴുകും കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടും ഇരുവെയിലത്തും പെരുമഴയത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ നിരുകൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ കളയും ശുഭ്രം വസ്ത്രം എന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി കേട്ടിട്ടുണ്ടാവില്ലായിരുന്നു. എവിടെയല്ലേ പഠിക്കാൻ? എവിടെയാ നേരം? രാവിലെ എഴുന്നേറ്റു അല്ലേ, അവനാന്റെ ഡ്രസ്സൂട്ട് പോന്നു. പാറക്കെട്ടുകളിൽ, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, കടകളിൽ
ജോലി ചെയ്തു, നല്ല ഡ്രസ് ഇട്ടു, തിന്നു കുടിച്ചു. എന്താ മനുഷ്യൻ? ചോദിച്ചില്ല. ആരാ മനുഷ്യൻ? പഠിച്ചില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? പഠിച്ചില്ല. നിങ്ങൾക്കറിയോ ആൽബർട്ട് ഐൻസ്റ്റീൻ? ലോകം കണ്ട പ്രഗത്ഭനായ ശാസ്ത്രകാരനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. E=mc² എന്ന സുഹൃത്താവാക്യം ലോകത്തിന് നൽകി. ട്രൂമാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു, ബൈബിൾ തൊട്ട് സത്യം ചെയ്ത ആളായിരുന്നു. 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ബോംബ് തുപ്പി പാവപ്പെട്ടവനെ കൊന്നൊടുക്കി ചാമ്പലാക്കി. അവന്റെ കബന്ധങ്ങളിൽ സിംഹാസനങ്ങൾ പടുത്തുയർത്തി. പാവപ്പെട്ടവരുടെ ദീനരോധനങ്ങൾ കർണപുടങ്ങളിൽ വന്ന് തട്ടി. ആർക്കും ഉണ്ടായില്ല ഒരു ബോധം, ആർക്കും ഉണ്ടായില്ല ഒരു ധാർമ്മികത, ആർക്കും ഉണ്ടായില്ല ഒരു ഉണർവ്. മനുഷ്യൻ എന്ന ബോധത്തിലേക്കുള്ള തിരിച്ചുകയറ്റം, അതാണ് മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. കണ്ണൂരിലെ കമ്പിൽ, ഇവിടെ അടുത്താണ് പ്രദേശം, ഈ 19 ഒരു മഹാസമ്മേളനം നടക്കും. കണ്ണൂർ കമ്പിൽ ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ച. രാഷ്ട്രീയത്തിലേക്കുള്ള ക്ഷണമല്ല, അല്ലെങ്കിൽ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ശ്രമമല്ല. ഇവിടെ കൂടിയ ഒരാളെയും ഞങ്ങൾ സമീപിക്കില്ല. വോട്ട് ചെയ്യണേ എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നു. പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, പെപ്സി കുടിക്കാത്ത, കോള കുടിക്കാത്ത, സിനിമ കാണാത്ത, സംഗീതം ആസ്വദിക്കാത്ത, മ്യൂസിക് ആസ്വദിക്കാത്ത, സെക്സ് ആസ്വദിക്കാത്ത, മഴക്ക് മരുന്നുകൾക്ക് വിധേയമാകാത്ത, നല്ല യൗവനമുള്ള, ധീരമായ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള, നല്ല കരളും നെഞ്ചകവുമുള്ള ഒരു പുതിയ തലമുറയെ, സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ലോകത്തേക്ക് ആധുനിക ജനതയെ കൈപിടിച്ചുയർത്തുന്ന ഒരു പുതിയ യുവത്വത്തെ, എവിടെയത്? ആ യുവത്തെവിടെ? നേരെ ചൊവ്വേ എഴുന്നേറ്റ് നിന്ന് വടിവത്ത് 4 വാക്ക് മലയാളത്തിൽ ഉച്ചരിക്കാൻ നാവ് വഴങ്ങോ? മദ്യപിച്ചിട്ട് ആര് കണ്ടില്ലേ? ആര് കണ്ടു? എന്തിനാ ജീവിക്കണത്? ചോദിച്ചു നോക്കെല്ലാരോടും. വെറുതെ ചുമ്മാ തിന്നുന്നു, കുടിക്കുന്നു. അതിനേക്കാൾ നല്ല ജനതയുടേത്. എന്തെങ്കിലും പ്രയാസമുണ്ടോ? LKG UKG ഉണ്ടോ? സ്കൂളുണ്ടോ? യൂണിഫോം ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? കോളേജ് കുട്ടികളെ കൊണ്ടാക്കാൻ കഷ്ടപ്പാടുണ്ടോ? റെക്കമെൻഡേഷന് കയ്യും കാലം പിടിക്കണ്ടോ? ഉണ്ടോ? ഇല്ലേ? അതൊന്നുമില്ല. ഇതൊക്കെ ഉള്ള മനുഷ്യന് ചത്താൽ ഒന്നിനെ, പട്ടി ചത്താലും ഒന്നിനെ. ആഹാ, ചെറുക്കടില്ല. അങ്ങനെ പഠിപ്പിക്കപ്പെടുക, അങ്ങനെ വായിക്കപ്പെടുക. അവിടെയാ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി. അതാരാ? അത് പഠിക്കണം. അത് പഠിച്ചിട്ട് മനുഷ്യനെ വിലയിരുത്തണം. ആത്മാവ് ഒരിക്കലും നശിക്കാത്തതാ. ശ്രീമദ് ഭഗവത്ഗീത പറയാണ്. 18 അധ്യായമുള്ള ഗീത. ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. 25-ാമത്തെ ചാപ്റ്റർ 42 വരെ 18 അധ്യായം. അതിൽ 18-ാം അധ്യായം അവസാന ഭാഗം 62-ാമത്തെ ശ്ലോകം തന്നെ എന്താ അതവിടെ പറയുന്നത്? അവിടെ പറയുന്നത് ത്വമേക ശരണം ഗച്ഛ സർവ ഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി. ശാശ്വതമായ സമാധാനത്തിന്റെ ഭവനം അതേതാ? അത് സ്വർഗമാണ് എന്നാണ് ഋഗ്വേദം പറഞ്ഞത്. ഭൂമിയെ അതത് സ്ഥാനത്ത് സ്ഥാപിച്ചു, സ്വർഗത്തെയും എന്നാണ് ഋഗ്വേദം 10-ാം അധ്യായം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ കൃത്യമായി പറയാൻ എന്താ പറയുന്നത്? കൃത്യമായി പറഞ്ഞു, സ്വർഗണ്ട്. അല്ലാതെ പന്നിയായി, നായയായി, ചണ്ടാലനായി, അടുത്ത ജന്മത്ത് പശുവായി ജനിക്കുന്നല്ല. അങ്ങനൊന്നും ഇവിടെ ആരും ജനിക്കണില്ല. അതൊക്കെ സവർണ മേധാവിത്തുണ്ടാക്കിയ, അതായത് ബ്രാഹ്മണന് ശൂദ്രൻ പാദസേവ ചെയ്യണം, അതിനവന് കുറച്ച് ആളെ കിട്ടണം, അതിനടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണന് പാദസേവ ചെയ്ത നല്ല ജന്മം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് മനുഷ്യരുണ്ടാക്കിയതാ, ദൈവം ഉണ്ടാക്കിയൊന്നുമില്ല. ദൈവം ജാതീയത ഉണ്ടാക്കിയിട്ടില്ല, ദൈവം വർഗീയത ഉണ്ടാക്കിയിട്ടില്ല, ദൈവം ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, ഞാൻ ഉറച്ചു പറയുന്നു, ഒരു വേദം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. പുനർജന്മ സിദ്ധാന്തമുണ്ടായത് സവർണ മേധാവിത്വത്തിന്റെ സൃഷ്ടിയാണ് എന്ന് രാഹുൽ സാങ്കൃത്യായ വിശ്വദർശനം, ലോകം കണ്ട ഏറ്റവും വലിയ ഹൈന്ദവ പണ്ഡിതന്മാരിൽ ഒരാള്. പഠിക്കണം എല്ലാവരും. എന്തിന് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി അതിൽ അദ്ദേഹം തീർത്തു പറഞ്ഞു, പുനർജന്മ സിദ്ധാന്തമല്ല. ചതുർവേദങ്ങളിൽ സ്വർഗണ്ട് എന്നാ പറയുന്നത്, നരകണ്ട് എന്നാ പറയുന്നത്. മരണത്തിന് ശേഷമുള്ള നിതാന്തമായ ജീവിതം. നമ്മുടെ പ്രാർത്ഥന എന്താ? ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ സാധാരണ വിചാരിക്കും ചുവന്ന തുണി കൊടുത്ത RSSകാരന്റെ ചിഹ്നാണത്. അല്ല. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. എന്താണ് പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം? ലോകത്തിന്റെ സിട്ടാവിനെ കുറിക്കുന്നതാണ്. ലോകത്തിന്റെ സിട്ടാവിനെ ഓം അസതോമാ സദ്ഗമയ. ഇത് ചെല്ലുന്ന പൂജാരി എന്താ പറയണേ?
അതേറ്റ് ചെല്ലുന്ന ഏതൊരു ഹിന്ദുവും ദൈവത്തോട് പറയണെന്താ? ദൈവമേ, അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലെത്തിക്കണേ. നിങ്ങൾക്ക് പഠിക്കണ്ടേ? പഠിക്കാൻ ബാധ്യതല്ലേ? മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ നൽകപ്പെടും എന്ന് ബൈബിൾ പറഞ്ഞില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ? വല്ലദീന ജാഹദു ഫീന. നിങ്ങൾ പരിശ്രമിക്കുക. സത്യേതാ, ശരിയേതാ, തെറ്റേതാ, ധർമാധർമ്മങ്ങളേതാ, നീതിന്യായം എന്താ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നെല്ലാ വേദങ്ങളും മനുഷ്യരോട് പറഞ്ഞു. പക്ഷെ തയ്യാറായില്ല. ഞാനൊന്നും ചോദിച്ചോട്ടെ, ഇരിട്ടിയിലിന്റെ പ്രസംഗം കേൾക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികൾ ഹൈന്ദവരുണ്ട്. ഞാൻ വിചാരിക്കും ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ക്രിസ്തു മതത്തിൽ ജനിച്ചിട്ട് ബൈബിളിൽ ശരിക്കും പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ ക്രിസ്ത്യാനി ചേലാകർമ്മം ചെയ്യേണ്ടി വരും. ക്രിസ്ത്യാനി ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യേണ്ടി വരും. ചേലാകർമ്മം ലിംഗഛേദ ശിഖാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണമാണ്. ലേവ്യ പുസ്തകം വായിച്ചിട്ടുണ്ടോ? താടിയുടെ അറ്റം കത്രിക കൊണ്ട് കട്ട് ചെയ്യരുത് എന്ന ലേവ്യ പുസ്തകത്തിൽ. മീശവടിയും താടിവടിയും ജൂതന്റെ സമ്പ്രദായ, യേശുക്രിസ്തുവിന്റെ സമ്പ്രദായമല്ല. ഞാൻ ചോദിച്ചോട്ടെ ക്രിസ്ത്യാനികളോട്, ലോകത്തേതെങ്കിലും ഒരു ക്രിസ്തുവിന്റെ ഫോട്ടോ മീശയും താടിയും ഇല്ലാത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കേറി വന്നോ നിങ്ങൾ കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വത്തിക്കാനിലെ ചർച്ചിന്റെ മുമ്പിൽ വെച്ച ഫോട്ടോ യേശുക്രിസ്തു മനോഹരമായി നീളമുള്ള മുടിയും നീണ്ട താടിയും മീശയുമാണ്. മീശയും താടിയും പഠിച്ച പള്ളിയിലച്ഛന് യേശുക്രിസ്തു ചേരൂല. അത് ചേരുന്ന ഒരാളുണ്ട്, സെന്റ് പോൾ. യേശുക്രിസ്തുവിന്റെ മുഖ്യ ശത്രു ജൂതൻ. ക്ഷമിക്കണം, ഞാൻ വസ്തുത തുറന്നു പറയാൻ ഈ ഇരിട്ടിയിൽ ഒരു കാലത്തും പഠിച്ചിട്ടില്ല, ഇന്നും പഠിക്കില്ല, നാളെയും പഠിക്കില്ല. പക്ഷെ സത്യം അതല്ലേ? നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും കടയിലെ യേശുക്രിസ്തുവിന്റെ പടം ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തു നോക്ക്. മീശ പഠിച്ചിട്ടുണ്ടോ? താടി പഠിച്ചിട്ടുണ്ടോ? ഇത് വെക്കുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്താ? ഭീകരവാദി ഉസാമ ബിൻ ലാദന് താടി ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികൾക്കുണ്ടായിരുന്നു. ഗുരു നിത്യചൈതന്യക്കുണ്ടായിരുന്നു. കാർൽ മാർക്സിനുണ്ടായിരുന്നു. താടി മഹത്വത്തിന്റെ ചിഹ്നമാണ്, ക്രൂരതയുടെ ചിഹ്നമല്ല, വികാരത്തിന്റെ ചിഹ്നമല്ല. ഞാൻ പറഞ്ഞുവല്ലോ, ക്രിസ്തു മതപ്രകാരം യേശുക്രിസ്തു 8-ാം നാൾ പരിച്ഛേദനമേറ്റു. ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇല്ല എന്ന് പറ, ഞാൻ കാണിച്ചു തരാം. ബൈബിൾ തുറന്നു വെച്ച് കാണിച്ചു തരാം. ഉണ്ടോ ഇല്ലേ എന്ന്? ബൈബിളിൽ താടി നീട്ടാനാ പറഞ്ഞേ. താടി നീട്ടാൻ, മീശ വെട്ടാൻ. എന്തിന്? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യപുരാണത്ത് പറയാൻ ലിംഗഛേദ ശിഖാഹീന. മുസൽമാന്റെ ലക്ഷ്യങ്ങളിൽ, അവന്റെ രൂപഭാവങ്ങളിൽ ഏറ്റവും പ്രധാനമെന്നവൻ ചേലാകർമ്മം ചെയ്യും. 2 താടി നീട്ടും. 3 ബാങ്ക് കൊടുക്കും. 4 പന്നിമാംസം കഴിക്കില്ല. 5 അവൻ വിപ്ലവകാരിയായിരിക്കും, ലോകത്തോട് ധർമ്മം പറയുന്നവനായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇല്ലേ? ശിഷ്യശാഖ സമന്വിതമെന്നും ഭവിഷ്യൽ പുരാണം പറഞ്ഞില്ലേ? യോഹന്നാൻ സുവിശേഷത്ത് പറഞ്ഞില്ലേ? ആ കാര്യസ്ഥൻ വരും, വരാൻ ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരില്ല. കാര്യസ്ഥൻ വന്നാൽ അവൻ നിങ്ങളെ സർവസത്യത്തിലും വഴി നടത്തും. നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അവിടെയാണ് നമുക്ക് പരിശോധിക്കാൻ. എന്താ മതം? വേദം എന്ന പദത്തിന്റെ അർത്ഥം അറിവ് എന്നാണ്. വേദം, അറിവ്. ദൈവം ദിവ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദൈവം. ദിവ് എന്ന് പറഞ്ഞ പ്രകാശിക്കുന്നത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അതെ, ആ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സംവിധാനിച്ചു. ആ സംവിധായകനെയാണ് ആരാധിക്കേണ്ടത് എന്നേ വേദഗ്രന്ഥത്തിലുള്ളൂ. ഒരു ഉദാഹരണം പറയാം, വളരെ ലളിതമായി, സമയം കുറച്ച് പറയാം, വളരെ ശ്രദ്ധിച്ചു പറയാം. നിങ്ങൾക്ക് ഗുരു സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്ത് സത്യാർത്ഥ പ്രകാശ് തെളിവാ പറയുന്നത്. തെളിവൻ ബ്രിങ് ദ എവിഡൻസ് ഖുൽ ഹാതു ബുർഹാനകും 2-ാം അധ്യായം 111-ാമത്തെ എവിടെ തെളിവാ പറയുന്നത്? തെളിവ് ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി എന്തു പറഞ്ഞു? അദ്ദേഹത്തിന്റെ ലൈറ്റ് ഓഫ് ട്രൂത്ത് സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥം. ശരി, ആ ഗ്രന്ഥത്തിൽ എവിടെ പറഞ്ഞു? 275-ാമത്തെ പേജ്, 276-ാമത്തെ പേജ്. എന്തേ പറഞ്ഞത്? അദ്ദേഹത്തോട് 2 ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. മൗലാന മുഹമ്മദ് അലി ജൗഹറിനോടല്ല, മൗലാന അബുൽ കലാം ആസാദിനോടല്ല, ഖാൻ അബ്ദുൽ ഗഫാർ ഖാനോടല്ല, അലി സഹോദരങ്ങളോടല്ല ചോദിച്ചത്. മൗലാന അബുൽ കലാം ആസാദിനോടോ ഇതുപോലെ മുസ്ലിം നാമധാരികളോടല്ല, നേരെ മറിച്ച് സ്വാമി ദയാനന്ദ സരസ്വതിയോട്. ചോദ്യം 1, വേദങ്ങളിൽ അനേക ഈശ്വരന്മാരുണ്ട്.
വേദങ്ങളിൽ അനേക ഈശ്വരന്മാരുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ? സ്വാമി ദയാനന്ദ സരസ്വതിയോട് ചോദിക്കാൻ, അനേക ഈശ്വരന്മാരുണ്ട് വേദങ്ങളിൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? എന്താ അദ്ദേഹത്തിന്റെ മറുപടി? ഉണ്ടെന്നാ 33 കോടി ദൈവങ്ങളുണ്ടെന്നാ, ഗുരുവായൂരപ്പനെയും ശബരിമല ശാസ്താവിനെയും പിശാരിക്കാവിലമ്മയെയും ആരാധിക്കണം, അതാണ് മതത്തിലുള്ളതെന്നാ, അതാണ് വേദത്തിലുള്ളതെന്നാ? അല്ലേ അല്ല. എന്തേ പറഞ്ഞത്? ഉത്തരം അംഗീകരിക്കുന്നില്ല. വേദങ്ങളിൽ ഒന്നിലധികം ദൈവമുണ്ട് എന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല. തീർന്നില്ല. 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഏകം സത്വകുദാ വിപ്രാപദന്തി യോ ദേവാ നാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ തമീശ്വരാണം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ജദൈവതം പതിം പതീന പരമം പരസ്ഥാത് വിധാമദേവം ഭുവനേശമേദ്യം അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്ദോ മാമാവേയമനുചമം അഭിജാനന്തി മാമൂഢ മനുഷിതനമാശ്രിതം പരം ഭാവമജാനന്ദോ മാമാവേയമനുചമം. എത്ര സൂക്തങ്ങൾ ഒക്കെ ഹിന്ദു വേദത്തിലുണ്ട. എന്താ അതിന്റെ അർത്ഥം? കല്ലും മുള്ളും ദൈവാന, ആൽമരവും തുളസിച്ചെടിയും ദൈവാന? അല്ലേ അല്ല. അല്ലേ അല്ല. ഇത് ഞാൻ പറയുന്നല്ല, ഇതിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഈ തെറ്റ്, ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുദൈവത്വം എന്റെ ബാലേട്ടന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലേ സ്നേഹം? ഇരുട്ടിയിലൂടെ ഒരു 2 വീലർ സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോയാൽ ഞാൻ ഇവിടുന്ന് കണ്ടാൽ ഞാൻ വിളിച്ചു പറയും, ഏയ് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അപകടം. ഏയ് മനുഷ്യ ബെൽറ്റ്, വാഹനത്തിൽ കയറിയ 4 വീലർ കയറിയ ബെൽറ്റ്, 2 വീലർ കയറിയ ഹെൽമെറ്റ്, സുരക്ഷിതത്വം. അത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. കൃഷ്ണസിംഗ് ഗതാഗത രംഗത്ത് അതിന്റെ നല്ലൊരു എക്സാമ്പിളാണ്, നല്ലൊരു ഉദാഹരണമാണ്. മതരംഗം വളരെ ഗൗരവമായി പഠിക്കേണ്ടതാണ്. മതരംഗം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളിൽ പലരും ചെയ്യുന്നത് മതമല്ല, ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് മതമല്ല, ചർച്ചുകളിൽ നടക്കുന്നത് മതമല്ല, പള്ളികളിൽ മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മതമല്ല. എന്താ നടക്കുന്നത്? പുരോഹിതന്മാരാൽ വൈകൃതമാക്കപ്പെട്ട മതം. അതാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മതത്തില് നേർച്ച നടക്കാറുണ്ട് എല്ലാ സമൂഹത്തിലും. ഉത്സവങ്ങളും ഉറൂസുകള്, അറബിയിൽ പറഞ്ഞാൽ നേർച്ച ഉത്സവങ്ങൾ ആര് പഠിപ്പിച്ച? ഞാൻ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വെല്ലുവിളിക്കും. ഞാനിവിടെ സമയം തരുന്നത് ഈ ആനയെ എഴുന്നള്ളിച്ചുള്ള ഉത്സവം മതാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന. നിങ്ങൾ പറയുന്ന പണിയാണ്. വേദഗ്രന്ഥങ്ങൾ നിങ്ങളെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. ചതുർവേദത്തിലെവിടെ, ഉപനിഷത്തുകളിലെവിടെ, ഹൈന്ദവ പണ്ഡിതന്മാർ എവിടെ കൃത്യമായി പഠിപ്പിച്ചു വേദത്തിന്റെ പിൻബലത്തിൽ? ഇല്ലാന്ന് ഞാൻ പറയും. ആനയെ ഔട്ടി മരിക്കുക. ഈ ആനക്ക് മതപ്പാടുണ്ടാകുന്ന കാലാണ് നവംബറും ഡിസംബറും. ആനക്ക് മതപ്പാടുണ്ടാകുന്ന കാലം അത്. ഈശ്വരനെ നിശ്ചയിച്ചെങ്കിൽ ആനക്ക് മതപ്പാടുള്ളത് എപ്പോഴാന്ന് അറിയില്ല ഈശ്വരന്. ആലോചിക്ക. കതിന വെടി പൊട്ടി ആളെ കൈ മുറിയ. ഈ വെടിമരുന്ന് കണ്ടെത്തിയിട്ട് 200 കൊല്ലായിട്ടേ ഉള്ളൂ. ഹിന്ദു മതത്തിന്റെ പഴക്കത്ര 200 കൊല്ല ആണോ? പടക്കം ഒരു ബിസിനസ് അല്ലേ കൂട്ടറെ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? അതുകൊണ്ട് ശരിക്കും മതം എന്താന്ന് നമ്മൾ പഠിക്കണം. ഏകദൈവ വിശ്വാസം വിവിധ ദർശനങ്ങളിൽ. ഖുർആനിൽ ഏകദൈവ വിശ്വാസം, ബൈബിളിൽ ഏകദൈവ വിശ്വാസം, വേദങ്ങളിൽ ഏകദൈവ വിശ്വാസം, ചതുർവേദങ്ങളിൽ ഏകദൈവ വിശ്വാസം. അതവിടെ അവതരിപ്പിക്കുന്നു. ഇവിടെ എല്ലാവരും ഒരേ കാര്യം അംഗീകരിക്കും, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്. ഞാൻ എല്ലാവരോടും ഒന്ന് ചോദിച്ചോട്ടെ. സ്വാമിജി എന്റെ അനുഭവം അതാണ്. കണ്ണൂരിലെ പല സ്ഥലങ്ങളിൽ, തലശ്ശേരിയിൽ ഈ 23 ഈ കഴിഞ്ഞ ഡിസംബറിൽ ശിവഗിരി ആശ്രമത്തിലെ പ്രേമാനന്ദ സ്വാമികൾ, അതുപോലെ തന്നെ ജോർജ് പാമ്പിളാനി, വലിയ കൃഷിയ പണ്ഡിതന്, ഞങ്ങളൊക്കെ ഒന്നിച്ച് സമ്മേളനത്തിൽ സംസാരിച്ചു. എല്ലാവരും പറയുന്നത് ലോകത്തിനൊരു സൃഷ്ടാവേ ഉള്ളൂ. ശരി, അത് പറഞ്ഞിട്ട് പള്ളിയിലച്ഛൻ പോയി യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത്, ശിവഗിരി ആശ്രമത്തിലെ പ്രേമാനന്ദി എന്നിട്ട് അവിടുത്തെ വിഗ്രഹത്തെ ആരാധിക്കുന്നത്. ഞാൻ മാത്രം പറഞ്ഞ വാക്ക് പാലിച്ചു, ഏകദൈവത്തെ മാത്രം ആരാധിച്ചു. വാക്ക് പാലിക്കാൻ, സദസ്സിനോട് പറയുന്ന ജീവിതത്തെ പകർത്താൻ കഴിഞ്ഞോ? ഒരു സ്വാമിജിക്ക് ഇവിടെ കയറിയിട്ട് പറയാൻ പറ്റുമോ? ആകാശത്താക്കാൻ നോക്ക്, ആ ചന്ദ്രനെ നോക്ക്, പൂർണ്ണത പ്രാപിക്കാൻ ഒരു ദിവസം കൂടെ എടുക്കുന്ന ചന്ദ്രനെ നോക്ക്. ആ ചന്ദ്രനെ ആര് സൃഷ്ടിച്ചു? ചന്ദ്ര ആര് സൃഷ്ടിച്ചു? രവി. ആരാ സൂര്യനെ സൃഷ്ടിച്ചത്? ആരാകാശ്? ഞങ്ങൾ പറയുന്നു ലോകത്തിന്റെ സൃഷ്ടാവ്, ലോകരുടെ സൃഷ്ടാവ് മുഹമ്മദ് നബിയാണെന്നല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമി വസല്ലമയാണെന്നല്ല പറയുന്നത്, ഉള്ളാൾ നിങ്ങളാണെന്നല്ല പറയുന്നത്. ലോകത്തിന്റെ സൃഷ്ടാവ്. ഒരു മലക്കും ചിന്നും അതിലില്ല. ലോകരുടെ നാഥൻ
സകല മനുഷ്യരെയും സൃഷ്ടിച്ച നാഥൻ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവരെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ചവൻ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? സങ്കീർത്തന പുസ്തകം 148 അധ്യായം 148 അധ്യായം സങ്കീർത്തന പുസ്തകം എടുത്തു നോക്ക്. ഈ പാലങ്ങട്ട് കിടക്കണതിന് തൊട്ടപ്പുറത്ത് ഒരു ചർച്ച ഉണ്ട്. ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. പള്ളിയിൽ അച്ഛൻ എന്റെ മുമ്പിൽ ഇരിക്കട്ടെ. ബൈബിളിൽ ആവർത്ത സങ്കീർത്തന പുസ്തകം 148 അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം എന്താ വചനം? ആകാശത്തിലെ പറവകളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ ജലരാശിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയിലെ ഉരകവർഗങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, മനുഷ്യ സമൂഹമേ നിങ്ങൾ അവനെ സ്തുതിക്കുക. കാരണം അവനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ്, അവനല്ലയോ നിങ്ങളുടെ സംരക്ഷകൻ. ഈസാ നബി ജനിച്ചിട്ടില്ല, ജീസസ് ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ വന്നിട്ടില്ല. അപ്പൊ സങ്കീർത്തന പുസ്തകം പഠിപ്പിക്കുന്ന സൂര്യനെ സൃഷ്ടിച്ച ദൈവമാര്? അതാണ് പ്രധാനം. അതാ ദൈവം. ആ ദൈവത്തെ ആരാധിക്കേണ്ടത് അല്ലേ? മരിച്ചു പോകുന്നവരെ ദൈവമാക്കി ആരാധിച്ചു നമ്മൾ. മരണപ്പെട്ടു പോകുന്നവരെ, നമ്മളെപ്പോലെ വായു ആവശ്യമുള്ളവരെ, നമ്മളെപ്പോലെ വെള്ളം ആവശ്യമുള്ളവരെ നാം ആരാധിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്താ നിങ്ങളുടെ തെളിവ്? ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു, ഞാൻ ജനിച്ച വീട്ടിൽ എന്റെ അച്ഛൻ ചെയ്തു. വേറെന്താ തെളിവ്? ഋഗ്വേദത്തിലുണ്ടെന്നോ സാമവേദത്തിലുണ്ട്? കേട്ടോളൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. സ്വാമി ദയാനന്ദ സരസ്വതിയോട് രണ്ടാമത്തെ ചോദ്യം എന്താ? വേദങ്ങളിൽ അനേകം ദേവതകളെ പറ്റി പരാമർശിച്ചിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? വേദത്തിൽ അനേക ഈശ്വരന്മാർ ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ഉത്തരം ലൈറ്റ് ഓഫ് ട്രൂത്ത് 276 പേജിൽ അദ്ദേഹം പറയാം, വേദങ്ങളിൽ അനേക ദേവതകളെ പറ്റി പറഞ്ഞതിനെ പറ്റി അദ്ദേഹം പറയാം. പൃഥ്വി മുതലായവക്ക് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ദേവതകൾ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവ ഈശ്വരനാണെന്നോ ഉപാസനായോഗ്യമാണെന്നോ അംഗീകരിച്ചിട്ടില്ല. ഉപാസനായോഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയെ പഠന സൗകര്യത്തിന് 3 തിരിച്ചു. ഉപാസനാകാന്ഡം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം. അതിൽ ഉപാസനാകാന്ഡം എന്ന് പറഞ്ഞാൽ ആരാധനാ സംബന്ധിയായ വിഷയങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ. ആരാധിക്കുക ആരെ അതാ പറയുന്നത്. അവനെ ആരാധിക്കുക എന്ന് അംഗീകരിച്ചിട്ടില്ല. ഈ മന്ത്രത്തിൽ തന്നെ ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവനെ എത്ര അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. ദേവൻ എന്ന് കേട്ടാൽ ഈശ്വരൻ എന്ന് ഗ്രഹിക്കുന്നത് തെറ്റാണ്. പിന്നെയോ ദേവന്മാരുടെ കൂടി ദേവനായ സർവേശ്വരനെ മഹാദേവൻ എന്നാണ് പറയുന്നത്. അടുത്ത വാചകം കേട്ടോളൂ. സകല ലോകങ്ങളുടെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം നടത്തുന്നവനും ന്യായാധീശനും അധിപതിയും ആ സൃഷ്ടാവ് തന്നെ. കണ്ടോ? വിഷ്ണു ബ്രഹ്മാവ് ശിവനല്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ചെയ്യുന്ന ലോകത്തൊരൊറ്റ സൃഷ്ടാവാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചത്. അതാണ് ബൈബിൾ ലോകത്തെ പഠിപ്പിച്ചത്. അതാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ അതല്ല വേദപണ്ഡിതന്മാർ ഇന്ന് നമ്മളോട് പറയുന്നത്. പൗരോഹിത്യത്തിന് നിലനിൽക്കണേ കുരിശു വരക്കണം. പൗരോഹിത്യത്തിന് നിലനിൽക്കണമെങ്കിൽ അമ്പലത്തിൽ ബിംബപൂജ ഉണ്ടാവണം, അതുപോലെ കബറാരാധന ഉണ്ടാവണം. എങ്കിലേ പൗരോഹിത്യത്തിന്. കുഞ്ഞിപ്പള്ളിയിലെ മൊയ്ലിയന്മാർക്ക് പണുണ്ടോ? ഏർവാടി നാഗൂറിലെ ഉസ്താദുമാർക്ക് പണുണ്ടോ? ആലോചിക്കണം. ശബരിമല അല്ലെങ്കിൽ കോടികളുണ്ടോ? അതാ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. നിങ്ങൾക്കറിയാലോ പത്മനാഭസ്വാമി ക്ഷേത്രം. ഞാൻ വർക്ക് ചെയ്യണ തിരുവനന്തപുരത്ത്. എന്റെ ബൂക്കിന്റെ നേരെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ഹൈന്ദവർക്ക് വീതിച്ചു കൊടുക്കണം. ഒരു ആൺകുട്ടിയും ധൈര്യം കാണിച്ചിട്ടില്ല. എന്ത് ചെയ്യണം ആ പണം? ഒറ്റ മറുപടിയേ ഉള്ളൂ, സ്വർണവും വെള്ളിയും മനുഷ്യനാ. മരിച്ചിട്ട് പിന്നെന്താ കാര്യം? ഒരാളെ മുമ്പിൽ 1 കോടി സ്വർണ്ണുണ്ട്, അയാൾ പട്ടിണി കിടക്കുക, എടുക്കരുത് അറിയാം. എന്ത് തത്വശാസ്ത്ര ഇതെന്ത് തത്വശാസ്ത്ര? സ്വത്തെന്തിനാ? ഖുദ് മിൻ അംവാലിഹിം, ഖുർആന്റെ പ്രയോഗം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം 103-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ മാധവേട്ട? എന്താ ഇതിന്റെ അർത്ഥം? പണക്കാരന്റെ കയ്യിലെ കെട്ടിപ്പൂട്ടി വെച്ച പണം പിടിച്ചെടുക്കേ. ഖുദ് മിൻ അംവാലിഹിം, അവന്റെ പണത്തെ നിങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും. കോടിക്കണക്കിന് സ്വർണ്ണം എഴുതി കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്ലാം പാടില്ല. ഖുർആന്റെ 3-ാം അധ്യായം 14-ാമത്തെ വചനം എന്താ അറിയോ? മേൽത്തരം കാറുകൾ, അല്ലാത്തൊരു പ്രയോഗാത്. ചില ആളുകൾക്ക് പെണ്ണിനോടും മേൽത്തരം കാറുകളോടും
കൊട്ടാരങ്ങളോടും കൂട്ടിയിട്ട സ്വർണത്തോടും വെള്ളിയോടും ഒരു കാര്യം ആലോചിച്ചോ, ഒറ്റ പോയിന്റ് നീതിയിൽ ആലോചിച്ചോ. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടെടുത്തിട്ടുള്ള നിധികൾ അതൊന്നും ഉപയോഗിക്കരുത്, ആർക്കിട്ട് കൊടുക്കില്ല. ശരി, വേണ്ട, അതിനെന്തെങ്കിലും ഒരു മതപരമായ കാര്യം വേണ്ട, ശരി, അത് സംരക്ഷിക്കാൻ പൊതുജനങ്ങളുടെ ഖജനാവെന്ന് 300 കോടി മുടക്കിയാലോ അത് പാപമാണ്, ചെയ്യരുത്. അവിടെ പോലീസുകാരെ നിർത്തുക, പട്ടാളത്തെ നിർത്തുക, മെറ്റഡിക്ടർ വെക്കുക, കോടികൾ ലോകം അവസാനിക്കുന്നവരെ അത് ചെലവഴിക്കുക. അതിന്റെ മതം എന്താണ്? അതാണ് എന്റെ ചോദ്യം. എല്ലാ സമൂഹത്തിലും ഇതുണ്ട്, എല്ലാ സമൂഹത്തിലും. ഹജ്ജിന് നിങ്ങൾക്കറിയാലോ, ഹജ്ജ് കഅബയിലാണ് നടക്കുന്നത്. ഒരു ഉണ്ണിപ്പട്ടി അവിടെ അല്ല എന്റെ ബാലേട്ട, ഇല്ല. എന്റെ ഹൈന്ദവരെ കഅബത്തിൽ ഒരു പെട്ടിയില്ല. പണം ആരും അവിടെ ഉണ്ടാ, പണം എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കും. അതാ ഹജ്ജ്, അതാ ഇസ്ലാം. അങ്ങോട്ട് കൊടുക്കുക, പാവപ്പെട്ടവർ കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ മുതലാളിയാവില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ മതം എല്ലാവരും ഒരു കാര്യം വളരെ പ്രധാനമായി ഓർക്കേണ്ടതുണ്ട്. ഈശ്വരൻ ഒന്നേ ഉള്ളുവെങ്കിൽ, ലോകത്തിനൊരു സൃഷ്ടാവേ ഉള്ളുവെങ്കിൽ, ബാന്ധവ മാനവ സർവേ സ്വദേശാ ഭുവനത്രയം, ബാന്ധവ മാനവ, അല്ലയോ മനുഷ്യരെ, സർവേ സ്വദേശാ ഭുവനത്രയം. ലോകമാണ് തറവാട്. ഇന്ന് രാജ്യം നല്ലത്, ഇന്ന് രാജ്യം മോശം. നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ. നമ്മൾ എവിടെയാണ് തെറ്റിപ്പോയത് അത് ഗൗരവമായി പഠിക്കണം. അതിനാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളോട് ചുരുക്കി പറയാം. ഇപ്പോ വേദഗ്രന്ഥങ്ങളിൽ ദൈവവിശ്വാസം എന്തെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണോ നമ്മൾ സ്വീകരിച്ചത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. യേശു ഈസാ നബി അലൈഹിസ്സലാം, യേശു ക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്നാളർത്ഥമാണോ? ബൈബിളിൽ ഒരിടത്തും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, ദുർവ്യാഖ്യാനിക്കാനല്ല. ബൈബിൾ നേർക്ക് നേരെ വായിച്ചോ. യേശു ക്രിസ്തു പഠിപ്പിച്ച എന്താണ്? ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. രണ്ട് ലളിതമായ കാര്യം. ഒന്ന്, പിലാത്തോസിന്റെ പടയാളികൾ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റാൻ വന്ന കാര്യം ബൈബിളിൽ കാണാം. ഒരു കല്ലേറ് വെളിപാടകലെ യേശു ക്രിസ്തു മുട്ടുകുത്തി വീണു, അല്ലേ? ഒരു കല്ലേറ് വെളിപാടകലെ യേശു ക്രിസ്തു മുട്ടുകുത്തി വീണു. എന്നിട്ട് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. ആരും അല്ലാത്തൊരു ചോദ്യം. നമ്മൾ പറയാം, പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നു, ആരോട്? ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്നു, ആരോട്? യേശു ക്രിസ്തുവിനോട്, അല്ലേ? യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു ബൈബിൾ. ആരോട്? പോയിന്റാണ്. സാധാരണ പറയും, എനിക്ക് എന്റെ ഉപ്പാനെ, എന്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. എന്റെ ഉപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ ഉപ്പ പറഞ്ഞ നേർവഴിയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇന്ന് വരെ എന്റെ ഉപ്പ പഠിപ്പിച്ച റൂട്ടിൽ നിന്ന് 1 ഇഞ്ചും ഞാൻ തെറ്റിയിട്ടില്ല. എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചതൊക്കെ നന്മയാണ്. തിന്മയായ ഒന്നും എന്റെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. 75 വയസ്സായിട്ട് പഠിപ്പിക്കുന്നില്ല. എവിടെയെങ്കിലും എനിക്കൊരു മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ ആദ്യം വിളിക്കണ എന്റെ പേര്. അപ്പൊ ഞാൻ പറയണം, എന്റെ ഉപ്പനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പറയണമെങ്കിൽ എന്റെ ഉപ്പ നന്മ പഠിപ്പിച്ചേ ഞാൻ ഉൾക്കൊള്ളണം. അപ്പോഴെനിക്ക് എന്റെ ഉപ്പനോട് ഇഷ്ടം ഉണ്ടാവും. അച്ഛൻ പറഞ്ഞു പുകവലിക്കരുത്, അച്ഛൻ പറഞ്ഞു മദ്യപിക്കരുത്, അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഒരു ഫ്രൂട്ട് കടയാണ്, നീ ഇത് നശിപ്പിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, ചീഞ്ഞളിഞ്ഞ പച്ചക്കറികൾ കൊടുക്കരുത് എന്ന് ബാലനോട് അച്ഛൻ സുരേന്ദ്രൻ പറഞ്ഞാൽ ആ അച്ഛനെ മനസ്സാ വാചാ കർമ്മണ അനുസരിച്ചാലേ നല്ല മോനാവും. നമ്മൾ വേദം പറഞ്ഞല്ലോ, ഏത്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. മനുസ്മൃതിയിൽ അങ്ങനെ സ്നേഹിച്ചാലേ സ്നേഹം ഉണ്ടാവുള്ളൂ. വേദഗ്രന്ഥം എന്താ പറഞ്ഞ ചെയ്യണം? യേശു ക്രിസ്തു, അതാ ഞാൻ പറഞ്ഞു, ഒരു കല്ലേറ് വെളിപാടകലെ യേശു ക്രിസ്തു മുട്ടുകുത്തി വീണു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിയർപ്പ് കണങ്ങൾ രക്തകണങ്ങളായി മാറി. ഇത് തീവ്രമായ വികാരം. അദ്ദേഹം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? ആ വാചകം എന്താ സൂചിപ്പിച്ചത്? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. കഴിയുമെങ്കിൽ, അടുത്ത വാചക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങെന്നിൽ നിന്ന് ഉയർത്തിയാൽ. ഏത് പാനപാത്രം? ഏത് പാനപാത്രം? കുരിശാകുന്ന പാനപാത്രം. ഇതെനിക്കിഷ്ടല്ല, കുരിശിലേറുന്ന എനിക്കിഷ്ടല്ല. ഇനി നിന്റെ ഇഷ്ടം അതാണോ? നാം നടക്കട്ടെ. ഏലി ഏലി ലമ്മാ സബക്താനി, കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവടിഞ്ഞതെന്തേ? ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം. യേശുക്രിസ്തുവിന്റെ പിലാത്തോസിന്റെ പടയാളികൾ കൊല്ലാൻ വരുമ്പോ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു ഈശ്വരനോട്, സർവശക്തനോട്, ലോകത്തിന്റെ നാഥനോട്. അത് ബൈബിള് പറയണം.
ഞാൻ ബൈബിൾ അംഗീകരിക്കുന്നവനാണ്, ഞാൻ ചെയ്യേണ്ടത് എന്താ? നിങ്ങളെ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ ധിക്കരിച്ച് നിങ്ങളോട് തന്നെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അതാണോ അനുസരണം? അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. കോമൺ സെൻസ് ഉപയോഗിച്ച് LLB മത്സരത്തൊന്നും പാസ്സാകണ്ട, ഡിഗ്രി റാങ്ക് ഒന്നും വേണ്ട. കോമൺ സെൻസ് ഉപയോഗിച്ച് പറ, യേശുക്രിസ്തു ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചു, നമ്മളോ ഞങ്ങൾക്ക് ദൈവം വേണ്ട, നിങ്ങൾ തന്നെ മതി എന്ന് പറയാം. അതാണോ വേദഗ്രന്ഥം? അതാണോ വേദം പഠിപ്പിച്ചത്? അല്ലാന്ന് ഞാൻ പറയുന്നു. ആണ് നിങ്ങൾ തെളിയിച്ചോളൂ. അല്ലാന്ന് ഞാൻ പറയും. ബൈബിൾ പഠിച്ചിട്ട് പറയും. ഒരു ഉദാഹരണം പറയാം. ഇതെന്താണെന്നറിയോ? ആത്മാർത്ഥമായിട്ട് പറയണേ, നമ്മളൊന്നും തെറ്റിപ്പോകരുത്. ഒരേ റൂട്ട് പോകേണ്ടവരായിരുന്നു നമ്മൾ. ഒരേ സൂര്യൻ, ക്രിസ്ത്യൻ സൂര്യൻ എന്നൊരു സൂര്യൻ ഉണ്ടാവും. ശരിക്കും ക്രിസ്ത്യാനിക്ക് ഒരു സെപ്പറേറ്റ് ദൈവമുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒരു സൂര്യൻ കൊടുത്തുകൂടായിരുന്നോ? അതാ ഖുർആൻ ചോദിച്ചു, ഒന്നിലധികം ദൈവമുണ്ട്, ഒന്നിലധികം സൂര്യൻ ഉണ്ടാവില്ലടോ, ഒന്നിലധികം ചന്ദ്രനും നക്ഷത്രവും ഭൂമി ആകാശം ഉണ്ടാവൂലേ? ഹിന്ദുവിന്റെ സൂര്യൻ, ഹിന്ദുവിനൊരു സൂര്യൻ ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. കാരണം ഒറ്റ സിട്ടാവാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാ, ഏകനായ ദൈവത്തെ. ഇപ്പൊ മാർക്കോസിലെ 12-ാം അധ്യായം നിങ്ങൾ എടുത്തോ. ഞാൻ ബൈബിളിനാണോ പറയുന്നത്? തെളിവാ പറയുന്നത്. ബൈബിളിൽ ഉണ്ട് അറിയല്ല. അതില്ല, ചിലപ്പോ ഉണ്ടാവില്ല. അയാൾ വെറുതെ പറയില്ല. വെറുതെ പറയാൻ വന്ന ആളല്ലേ. തെളിവാ. അതാ ചോദിച്ചോ, ഏത് തന്റെ ഇടന്നോ ഇങ്ങോട്ട് കയറി വരാം. ഇനി 50 മുസ്ലിം ഭരിപ്പിച്ചു വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വന്നോ, ഞാൻ കാണിച്ചു തരും. എടുത്തടെ കാണിച്ചു തരും. എന്നതാ ചതുർവേദം, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം, ഋഗ്വേദം 1-ാം മണ്ഡലം 3-ാമത്തെ വചനം, ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനം, മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വചനം. ഇതാ പഴയ നിയമം, ഓൾഡ് ടെസ്റ്റമെന്റ് എടുത്തു നോക്ക്. അവിടെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം നോക്ക് എന്ന് പറഞ്ഞേ അവനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ കണ്ട് ബോധ്യപ്പെട്ട വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കണ്ട. ഇവിടെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത്, ഞാൻ നാളെ നിങ്ങളെ ഇലക്ഷനിൽ മത്സരിച്ച് കട്ടൗട്ട് വെച്ച് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പേടിക്കണ്ട. ഇത് ഈശ്വരിൽ എത്തുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഈശ്വരൻ പഠിപ്പിച്ച പോലെ ചെയ്യും. ലളിതമായൊരു കാര്യം ചോദിച്ചോട്ടെ എല്ലാവരോടും. ലളിതമായൊരു കാര്യം, ഒരു പരീക്ഷ എഴുതുമ്പോ പരീക്ഷാ കൺട്രോളർ അവര് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയല്ലേ, അതിൽ 5 ചോദ്യം. ഒരാൾ 50 ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിനുത്തരം എഴുതി പേപ്പർ അധ്യാപകന്റെ കയ്യിൽ കൊടുത്താൽ ജയിക്കുമോ? നിങ്ങൾ പറഞ്ഞു. ചോദിച്ച 5 ചോദ്യത്തിന് മറുപടി ചെയ്തിട്ടുണ്ടേ. ഈശ്വരൻ പഠിപ്പിച്ച മതേതോ അതിനനുസരിച്ച് ജീവിക്കണ്ടേ? നീ പറയണത് എനിക്ക് ഈശ്വരനോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയതൊക്കെ ചെയ്തു, അങ്ങനെയാണോ മതം? ഈശ്വര ആരാധനയിൽ തോന്നിയ ചെയ്യാം. പരീക്ഷ എഴുതുമ്പോ ഹെൽമെറ്റ് ഇടണം, അത് റോഡ് ഗതാഗത നിയമമാണ്. ആ നിയമം പാലിക്കണം. അതിന് പകരം ഒരു കൊട്ട വെച്ചാലോ, ഒരു തക്കാളി കൊട്ട പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. ഓരോ നിയമമുണ്ട്. ഇപ്പൊ ലൈസൻസ് ഉണ്ട്, വാഹന ലൈസൻസ്. ഓൻ പാസ്പോർട്ട് വെച്ചിരുന്നാലോ? എന്താ പാസ്പോർട്ട് രേഖയല്ലേ? ഞാൻ രേഖ കൊടുത്ത് ഉണ്ടാക്കിയല്ലേ? ഇന്ത്യ അംഗീകരിച്ചല്ലേ? എന്റെ പാസ്പോർട്ട് അല്ലേ? എന്റെ SLC ബുക്കല്ലേ എന്ന് വെച്ചാൽ ലൈസൻസിന് ലൈസൻസ് വേണം, പാസ്പോർട്ടിന് പാസ്പോർട്ട് വേണം, SLC പുസ്തകത്തിന് SLC പുസ്തകം വേണം. കാർഡിന് ഉപയോഗിച്ചു റേഷൻ കാർഡ് ഉണ്ട്. എന്താണ് ഫ്ലൈറ്റ് കയറാൻ ആരെങ്കിലും പറയൂ? റേഷൻ കാർഡിന് ഉപയോഗിക്കും. പാസ്പോർട്ട് കിട്ടാൻ റേഷൻ കാർഡ് വേണ്ടി വരും, അതിനൊക്കെ വേണ്ടി വരും. പക്ഷേ ഓരോ സ്ഥലത്ത് ഓരോന്ന് ഉപയോഗിക്കണം. ദൈവം എന്താ പഠിപ്പിച്ചത്? അതാ ഞാൻ ഒന്നുകൂടി പറയുന്നത്. യേശു ക്രിസ്തുവിനോട് ചോദിക്കാണ്, ഗുരു, പ്രഭോ, ഏറ്റവും പ്രഥമമായ കൽപ്പന ഏതാ? ഏറ്റവും ചൊവ്വായ കൽപ്പന ഏതാ? ശരിക്കുമുള്ള കൽപ്പന ഏതാ? പ്രഥമമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കൽപ്പന ഏതാ? ക്രിസ്തു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? സാധാരണ പള്ളിയിലച്ചന്മാർ പറയൽ എന്താ അറിയോ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അല്ല, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് ബൈബിളിലുള്ള ആവശ്യമാണ്. പക്ഷെ അതല്ല പ്രഥമ കൽപ്പന. പ്രഥമ കൽപ്പന ഏതാ? കേട്ടോളൂ. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, നമ്മുടെ ദൈവം. കേട്ടോ, യേശു ക്രിസ്തു പറയണേ, ഞാനും പിതാവും പരിശുദ്ധാത്മാവും ചേർന്ന 3 ദൈവങ്ങൾ എന്നല്ല. നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ, അവരെ എന്നല്ല, അവനെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയണേ അവരെ. ഇവിടെ അവനെ സിംഗുലർ, പ്ലൂറൽ അല്ല, സിംഗുലർ. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നീ നമിക്കുക, ആരാധിക്കുക, സ്നേഹിക്കുക. 12-ാം അധ്യായം 29. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താ പിതാവിന്റെ ഹിതം? എന്താ ലോകനാഥന്റെ ഹിതം? എന്താ? പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. അത് പറയുമ്പോൾ ഞാൻ ഒരു അനുഭവം പറയാം. ഒരു അനുഭവം.
അനുഭവം എന്താന്ന് വെച്ചാല്, ഞാൻ എറണാകുളം വൈറ്റില കേടുന്ന ഏറ്റവും വലിയ ജംഗ്ഷനാണ്. ആ വൈറ്റിലയില് ജോലി ചെയ്തിരുന്നു, സലഫി പള്ളിയിൽ. അവിടെ ഖത്തീബായിട്ട് ജോലി ചെയ്തു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ട്, ഹൈവേ. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിന് അടുത്തുനിന്ന് കയറിയാൽ കിട്ടുന്ന സ്ഥലം. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചർച്ച്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡില് റൗണ്ടിലെ ഒരു ചർച്ച്, യേശുക്രിസ്തുവിന്റെ പിക്ചറൊക്കെ. ആ ചർച്ചിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, കുറച്ച് പ്രായം ചെയ്യുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, അയാൾക്ക് എന്നെയും ഇഷ്ടമായി. അപ്പൊ ഞാൻ പലപ്പോഴും അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം ഞാൻ സംസാരിക്കും ക്രിസ്തു മതം, ഇസ്ലാം, അങ്ങനെ ഞങ്ങളുടെ ചർച്ച. വേറെ ദുനിയാവിന്റെ കാര്യങ്ങളോ വർച്ചാനങ്ങളൊന്നും. അപ്പൊ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചർച്ചിൽ ചെന്നിട്ട് പറഞ്ഞു, അച്ചോ, യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ നേരെ ചുവട്ടിൽ ബൈബിള് വെച്ചത് ഒരു അനാദരവായി പോയി, മോശമായി പോയി, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ പള്ളിയിൽ അച്ഛന് ഭയങ്കര കൗതുകം. എന്തേ എങ്ങനെ? ഞാൻ പറഞ്ഞു, ഈ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ ചുവട്ടിൽ വെച്ച ബൈബിളിൽ പറയാണ് പ്രതിമ വെക്കാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ ബൈബിള് പറയാണ് പ്രതിമ വെക്കാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല, അത് ഉണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ ആ പ്രതിമ ഉണ്ടാക്കി എന്റെ ചുവട്ടിൽ ബൈബിള് വെച്ചാൽ അത് അനാദരവല്ലേ അച്ചോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ? ഞാൻ പറഞ്ഞു, അച്ഛൻ നിങ്ങൾ ബൈബിൾ എടുക്കും, ആവർത്തന പുസ്തകം 4-ാം അധ്യായം ഒന്ന് മറച്ചു തരൂ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അച്ഛൻ എടുത്തു വന്നു. ഞാൻ പറഞ്ഞു, അച്ഛോ, അതിലെ 17-ാമത്തെ വചനം നിങ്ങൾ ഒന്ന് എനിക്ക് വായിച്ചു കേൾപ്പിച്ചു തരൂ, ആ ഭാഗം 17 മുതലുള്ള ഭാഗം ഒന്ന് വായിച്ചു തരൂ എന്ന് ഞാൻ അച്ഛൻ. അപ്പൊ അച്ഛൻ എനിക്ക് വായിച്ചു തന്നു. എന്താ വായിച്ചത് കേട്ടോളൂ. ഇന്നും ഇപ്പം നിങ്ങൾ പള്ളിയിൽ ചെന്നിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് നിന്റെ കയ്യിൽ തന്നെ നൂർത്തിയിട്ട് വായിച്ച് കയ്യിലെടുത്തരും. ഇങ്ങനെ ഓരോരുത്തർക്കും നോക്കാം. വെറുതെ പറയാണോ? വെറുതെ പറയില്ലട്ടോ. വെറുതെയും പറയില്ല, അനാവശ്യമായിട്ടും പറയില്ല, ആവശ്യം പറയും, പറയേണ്ട വിധം പറയും, ഏത് സദസ്സിലും പറയും, ഗൗരവം. അത് പറഞ്ഞിട്ടില്ലേ ലോകം നന്നാവൂല. ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താ അറിയാം? പഠിച്ചോലും മൂടി വെച്ചു. നാട്ടുകാരെന്ത് വിചാരിക്കും? അവർ ഞങ്ങളെ കൈകാര്യം ചെയ്യും. ഇത്രയും കാലം അവരെ പഠിപ്പിച്ച ഇതാണ്. അതിനെതിരെ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞാൽ അവർ എന്നെ തന്നെ കൈകാര്യം ചെയ്യും. ആ പേടി എനിക്കുണ്ടെങ്കിലല്ലേ? എന്നെ കൈകാര്യം ചെയ്യാന്നുള്ള പേടി എനിക്ക് ഇരുട്ടിയിൽ പണ്ട് തീർന്നതാ. ഞാൻ പറയുന്നത് കൈകാര്യത്തിന്റെ ഒന്നല്ല. ഇത് നിങ്ങൾ ഒരു പോയിന്റ് ചിന്തിച്ചേ പറ്റൂ. ഇപ്പൊ നമുക്ക് ബൈപ്പാസ് സർജറി നടത്തണം. ആ ഡോക്ടർക്ക് അയാളോട് കാരുണ്യമില്ലെന്ന് ആരെങ്കിലും പറയോ? ഡോക്ടർ സുരേഷ് ബൈപ്പാസ് സർജറിക്ക് ബ്ലേഡ് എടുത്ത് അയാളെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇങ്ങനെ കീറുമ്പോ, ആ ബ്ലേഡ് ഇങ്ങനെ വെച്ചിട്ട് കീറി കീറി പൊക്കിൾക്കൊടി വരെ കീറുമ്പോ രോഗിനോട് ഡോക്ടർക്ക് കോപമുണ്ടോ? സ്നേഹ, രക്ഷപ്പെടാനാ. അപ്പൊ ഞാനിങ്ങളെ വേദഗ്രന്ഥം ഇങ്ങനെ കീറി മുറിക്കണ എന്തിനാ? നമ്മളൊക്കെ രക്ഷപ്പെടാനാ. നമ്മളൊക്കെ രക്ഷപ്പെടാനാ. അവിടെ ഞാൻ പറഞ്ഞത് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വചനം എന്തയിലുണ്ട്? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലാത്തൊരു കാര്യമല്ലേ അത്? എന്നിട്ട് പറയണെന്ത്? ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആണിന്റെ രൂപം ഉണ്ടാക്കരുത്. യേശുക്രിസ്തു ആണാണ്. പെണ്ണിന്റെ രൂപം ഉണ്ടാക്കരുത്. കന്യാമറിയം പെണ്ണാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛോ, ബൈബിള് പറയാൻ ഈ രൂപം ഉണ്ടാക്കരുത്, കന്യാമറിയമിന്റെ രൂപം ഉണ്ടാക്കി വെക്കരുത്, യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കി വെക്കരുത്, ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്, ഉണ്ടാക്കി ദൂഷിതനാകരുത്. എവിടെ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ബൈബിളില. ഇനി ഇതേ ഭാഗത്ത് ഒരു സബട്ടിങ് കാണാം. ബൈബിളിൽ പോയി മറിച്ചു നോക്ക്, മനസ്സിൽ കുറിച്ചു വെച്ചോ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഭാഗം. അതിലൊരു സബട്ടിങ് എന്തറിയോ? ബിംബാരാധകർക്കുള്ള ശിക്ഷ. എങ്ങനെ ബിംബാരാധകർക്കുള്ള ശിക്ഷ ബൈബിളില. എന്നിട്ട് ഇനി ഇത് പറയുമ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. മതത്തെയും ദൈവത്തെയും പലപ്പോഴും ആളുകൾ കുറ്റം പറയും. മതത്തിനും ദൈവത്തിനല്ല കുറ്റം. ഒരു ഉദാഹരണം പറയാം. ബിംബം ഉണ്ടാക്കരുത് എന്ന് ഈശ്വരൻ വേദത്തിലൂടെ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ ബിംബം ഉണ്ടാക്കി വെച്ചു. ഒരു ഹിന്ദു സഹോദരൻ വന്ന ആ ബിംബം തകർന്നു. എന്നിട്ട് ഞങ്ങൾ നമ്മൾ തല്ലായി, കത്തിക്കുത്തായി, വർഗീയ കലാപമായി. കാര്യം ആരാ? ദൈവ ആണോ? ബിംബം ഉണ്ടാക്കാൻ പാടില്ല ഉണ്ടാക്കി ഞാനല്ലേ കുറ്റക്കാരൻ? ശരിക്കുമല്ലേ? നിങ്ങൾ ചിന്തിക്ക്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ദുരന്തം ഉണ്ടായി. 10 നില കെട്ടിടത്തിന് മുകളിൽ കയറിയിട്ട് ഒരുത്തം പറഞ്ഞെങ്കിൽ നല്ല മസിലാറിന് ചാടി കയ്യും കാലും ഒടിഞ്ഞു. എന്നിട്ട് ഓൻ പറയണെന്ത്? നമ്മുടെ കുറ്റപ്പെടുത്തുകയാണ്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയോണ്ടല്ലേ, 10 നിലയിൽ എന്നെ കയറ്റി നിർത്തിയോണ്ടല്ലേ, ഞാൻ താഴോട്ട് ചാടി നിങ്ങൾ നോക്കിന്നല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേ. ഈ ഒറീസയിൽ കലാപമുണ്ടായി. ഹൈന്ദവരും ക്രൈസ്തവരും തമ്മിൽ ബിംബങ്ങൾ തകർക്കപ്പെട്ടു. കമ്മ്യൂണൽ റയോട്ട് ഉണ്ടായി. ബാബരി മസ്ജിദ് പോലും ഉണ്ടായത് എന്തുകൊണ്ടാ? ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ടുണ്ടായതാണ്.
യഥാർത്ഥ രാമനെ സ്വീകരിക്കാത്തതുകൊണ്ടുണ്ടായതാ, യഥാർത്ഥ ചതുർവേദം അംഗീകരിക്കാത്തതുകൊണ്ടുണ്ടായതാ. ഞാൻ തുറന്നു പറയാം നിങ്ങളോട്. എന്താ കാരണം എന്നറിയോ? അത് ശരിക്കട് പഠിക്കണം. ഇപ്പൊ വ്യഭിചാരത്തെക്കുള്ള അടുക്കരുത് എന്ന് വേദങ്ങളൊക്കെ പറഞ്ഞു, മദ്യപിക്കരുത് എന്ന് എല്ലാ വേദങ്ങളും പറഞ്ഞു. എന്നിട്ട് മദ്യപിച്ചിട്ട് സിറോസിസ് ഉണ്ടായി. പിന്നെ ഓൻ ദൈവത്തെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഓൻ ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? മദ്യപിക്കരുത്, അത് പാപമാണ്, കുഴപ്പാണ്, ശരീരത്തിന് ദോഷാണ് എന്ന് വേദം പറഞ്ഞു. എന്നിട്ട് മദ്യപിച്ചിട്ട് സിറോസിസ് ഉണ്ടായി, തളർന്നുപോയി, എന്നിട്ട് കമയണില്ല, ബുദ്ധി മരവിച്ചു പോയി. ആരാ കുറ്റക്കാരൻ? മദ്യപിക്കരുത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ തകരാറ് എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിക്കാതെ മദ്യപിച്ചിട്ട് കാട്ടായി അടിച്ച് ഓവിച്ചാല് കമയിന്ന് വീണ് കിടന്നിട്ട് മോം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് പച്ചക്കറിയുണ്ട് കാര്യമുണ്ട്? എന്തോ നിങ്ങൾ പറ. ഒരു സ്നേഹത്തോടു കൂടി ഒരു അനുജന്റെ വാക്കായിട്ട് കണ്ടോ, ഒരു ജ്യേഷ്ഠന്റെ വാക്കായിട്ട് കണ്ട ഈ വാക്കുകൾ? ഞാൻ ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പറയാൻ. പുറപ്പാട്, ബൈബിളിലെ പുറപ്പാട് നിങ്ങൾ ഇപ്പൊ എടുത്തു നോക്കണം. ഏതെങ്കിലും ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ ഞാൻ. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ ഞാൻ. ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാ. അതുകൊണ്ടാ പറയുന്നത്, ഓർത്ത് പഠിച്ചോളി. വേദം പഠിപ്പിച്ചല്ല ഇപ്പൊ ചെയ്യണേ. അതുകൊണ്ട് നമ്മളും തെറ്റി. ഹിന്ദും മുസ്ലിമും വർഗീയ കലാപുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് രാമനെ ശരിക്കും പഠിച്ച ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഉണ്ടാവില്ല. രാമനെ, ഞാൻ പറയും, രാമഭക്തി നിങ്ങൾക്കുണ്ടോ? എന്നാ അവിടെ നിങ്ങൾ ബാബരി മസ്ജിദ് നിർമ്മിക്കണം. യഥാർത്ഥ രാമഭക്തി ഉള്ള ആളുകൾ ഇവിടുത്തെ BJPയിലും RSSലും ബജ്രംദളിലുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ബാബരി മസ്ജിദ് അതേ സ്ട്രോങ്ങിൽ നിർമ്മിച്ച് ഞങ്ങൾക്ക് നൽകുക എന്നുള്ളത്. എന്താ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അയോധ്യ എന്ന് പറഞ്ഞാൽ? യുദ്ധമില്ലാത്ത ഭൂമി എന്നാ ആ പദത്തിന്റെ അർത്ഥം. അയോധ്യ യുദ്ധമില്ലാത്ത ഭൂമി. രാമൻ എന്ന് പറഞ്ഞാലോ വാൽമീകി ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എന്ത് മനുഷ്യാത പ്രതിഷ്ഠ, അരുത് കാട്ടാളാ. ആ ശ്രേയം പങ്കുവെക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളെ അമ്പെയ്ത് കാട്ടാളൻ അമ്പെയ്ത് മനുഷ്യ അരുത്. ഒരു പക്ഷിയുടെ രക്തം പോലും ഭൂമിയിൽ വീഴരുത്. അങ്ങനെ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്ര രാമൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? രമ്യത ഉണ്ടാക്കുന്നവൻ. രണ്ടാള് തമ്മിൽ തെറ്റിയാല് ഓൽക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കുന്നവൻ, തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ. അല്ലാണ്ട് രാമന്റെ പേര് പറഞ്ഞു കുത്തിയെ അടങ്ങൂ എന്ന് പറയുന്നതിന്റെ പേരല്ല രാമഭക്തി. ഞാൻ തെളിയിച്ചുതരാം, കേട്ടോ, ഞാൻ പഠിപ്പിച്ചുതരാം. രാമായണം എടുത്തോ. വിദ്യാവാചസ്പതി V. പനോളി കേരളം കണ്ട ഏറ്റവും നല്ല പണ്ഡിതന്മാരിൽ ഒരാളാ. വിദ്യാവാചസ്പതി V. പനോളിക്ക് വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്, ഉത്തര രാമായണം 3-ാം അധ്യായം. വായിച്ചിട്ടുണ്ടോ? പലതും പഠിക്കാനുണ്ട്, പലതും മനസ്സിലാക്കാനുണ്ട്. ശ്രീരാമനെ കാട്ടു പറഞ്ഞേക്കാൻ ശ്രമിച്ചപ്പോ ആർക്കാ കോപമുണ്ടായത്? ലക്ഷ്മണനാ കോപമുണ്ടായത്. ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ അച്ഛൻ ദശരഥ മഹാരാജാവിനെ കുറിച്ചാ പറയുന്നത്. കാമവിവശനായ എന്റെ അച്ഛൻ എന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞു, അല്ലേ രാമ? അത് അനുവദിച്ചുകൂടാ. എന്റെ അരയിൽ തൂക്കിയ വാള് അലങ്കാരത്തിനുള്ളതല്ല. എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ തട്ടും എന്നാ ലക്ഷ്മണൻ പറഞ്ഞത്. അത് പറഞ്ഞപ്പോ രാമൻ എന്ത് ചെയ്തു? മിണ്ടിയില്ല. വിവേകമില്ലാത്ത അവിവേകികളോട് മിണ്ടാൻ പാടില്ല എന്നാ. ലക്ഷ്മണൻ ആരാ? അനുജനാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റാണോ? അംഗീകരിച്ചിട്ടില്ല രാമൻ. മനസ്സിലായോ? എന്നിട്ട് എന്തുണ്ടായത്? ചിത്രകൂടത്തിൽ വന്നു. ചിത്രകൂടത്ത് വന്നപ്പോ രാമൻ എന്താ പറഞ്ഞേ? ലക്ഷ്മണനോട് എന്താ പറഞ്ഞേ? വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. സംസാരകാരിണി ആയത വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. ചക്ഷുശ്രവണകളസ്തമാം ബർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. മനോഹരമാണ് ആ വരി. ശ്രീരാമൻ എന്താ പറഞ്ഞെന്നറിയോ ലക്ഷ്മണനോട്? വത്സ സൗമിത്രേ, അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, എടാ ഈ വൈലന്റായ അവസ്ഥ ഒന്ന് മാറ്റിവെച്ച് സൈലന്റായി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്ന് സൈലന്റായി ഒന്ന് നോക്ക്. ഞാൻ പറയണേ കേൾക്ക്. അതെ, നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, അച്ഛനെ കൊല്ലും, ആനയാക്കും, ചേനയാക്കും, അതാക്കുന്നൊക്കെ. അത് നിന്റെ അറിവില്ലായ്മ, വിവരക്കടാണ്. ഞാൻ ചോദിക്കട്ടെ, ശ്രീരാമൻ എന്ന് വന്നാൽ, ക്ഷമിക്കണം, ശ്രീരാമൻ എന്ന് വന്നാൽ ശ്രീരാമനെ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ടീം ഇന്ത്യയിലുണ്ടല്ലോ. ഓലെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ കമ്മിറ്റി പിരിച്ചുവിടണം, നിങ്ങൾ ആരും എന്റെ ഭക്തന്മാരല്ല,
നിങ്ങൾ ഞാൻ പഠിപ്പിച്ച ആദർശത്തിന്റെ കടക്ക് കത്തിവെച്ചവരാണ്, നിങ്ങൾ എന്റെ ഭക്തരല്ല എന്ന് പറയും. ഇന്ന് റസൂലുള്ള കേരളത്തിൽ വന്ന റസൂൽ പറയും, എല്ലാ മുസ്ലിയാക്കന്മാരെയും വിളിക്കും, നിങ്ങൾ എന്താ ഇവിടെ കൊണ്ടാടുന്നത്? നബിദിനം. ഞങ്ങൾ എന്റെ ഉമ്മത്തല്ല, പോയി അവിടുന്ന് എന്ന് പറയാം. പ്രവാചകന്മാർ പഠിപ്പിച്ച അല്ല ഇവിടെ നടക്കുന്നത്. സത്യം നിങ്ങൾ ചിന്തിച്ചോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരിട്ടി റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പ്രകടനം, ഫ്രീഡം പരേഡ്, ഒരു സോളിഡാരിറ്റികളുടെ ഒരു പരിപാടി, അല്ലെങ്കിൽ ഒരു നബിദിന റാലി, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താ? ഇമാത്തത്തുല്ലദാനി തുരീഖി സദഖ. വഴി ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും വഴി ബ്ലോക്ക് ചെയ്യരുതെന്ന് പ്രവാചകൻ. നബിദിന റാലി ബ്ലോക്ക് ചെയ്തോ? നബി ജനിച്ച ദിവസം കൊണ്ടാടുക, നബി പഠിപ്പിച്ചതിനെതിരെ നബി പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്യരുത്. റോഡ് ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ 100 കൊല്ലം റോട്ടിൽ ഞങ്ങളുടെ ഒരു പ്രകടനം ഉണ്ട്. നിങ്ങൾ ആരെ ഇന്ന് വരെ ഞങ്ങളുടെ ഒരു പ്രകടനം കൊണ്ട് നിങ്ങളുടെ അമ്മക്ക് മരുന്ന് കിട്ടാതെ പോയിട്ടുണ്ടോ? നിങ്ങളെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ പോയിട്ടുണ്ടോ? ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടത് ഉണ്ടായിട്ടില്ലേ? നബിദിന റാലി കൊണ്ടത് ഉണ്ടായിട്ടില്ലേ? ആലപ്പുഴയിൽ ഉണ്ടായില്ലേ? 1957 ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്ന് നബിദിന റാലി, അതേസമയം വേറൊരു ഹൈന്ദവരുടെ റാലി, രണ്ടും കൂടി ഒരസി, രണ്ടുപേരും കൊന്നില്ലേ? ഇത് മുജാഹിദ് പ്രസ്ഥാനം കൊണ്ട് ഉണ്ടായിട്ടില്ല. അതാണ് മതം. മുജാഹിദ് പ്രസ്ഥാനമാണ് മതം. അതാണ് ഇസ്ലാം. അതാണ് ദീനുൽ ഇസ്ലാം. മനസ്സിലായോ? ആ ഇസ്ലാം ലോകത്തൊരിക്കലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഏറ്റവും രസകരമായ ഒരു സംഗതി പറഞ്ഞിട്ടെ, മതം തീവ്രവാദമാണ്, അത് ഇതാണ്, അത് മറ്റേതാണെന്നൊക്കെ പറഞ്ഞല്ലോ. ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി 3 ആള് പിടിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ 100 കൊല്ലത്തിനിടയിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടി, മുജാഹിദ് പ്രവർത്തകൻ അറസ്റ്റിൽ എന്നൊരു വാർത്ത പത്രത്തിൽ ഇന്ന് വരെ ഉണ്ടോ? മീശ പഠിച്ച് മണ്ണ് കൂടെ നടക്കും ഞാൻ, വള്ളി ടൗസറൂട്ട് ഇല്ല, എന്ന് വരെ ഇല്ല. നേരെ മറിച്ച് മുസ്ലിങ്ങളുടെ എല്ലാ സംഘടനകളിലും ബോംബ് നിർമ്മിച്ചവും വിറ്റും ഞാൻ കാണിച്ചിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. പഠിക്കും. ഇന്ന് വരെ ഒരു കടലമണിയുടെ വലുപ്പത്തിൽ ഒരു കല്ലെടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന പൊതുമുതൽ നിർന്നിട്ടുണ്ടോ? ഇന്ന് വരെ ഒരു കടലമണി എടുത്തിട്ട് ഇല്ല. മുജാഹിദുകൾ പഠിക്കുന്ന കോളേജിലേക്ക് വരുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഇന്ന് വരെ ഒരു മുജാഹിദ് റാഗിംഗ് നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? മതം അതാണ്. മതം നന്മയാണ്. മതം മാനവ സമൂഹത്തിന് ഗുണമാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, വസ്തുതകൾ പറയാം. മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ ചോദിച്ചു അമ്മയോട്, അമ്മേ നമ്മൾ ജയിക്കൂ? അപ്പൊ ഗാന്ധാരി പറയാണ്, യഥോ ധർമ്മസ്ഥതോ ജയ, യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിൽ സത്യമേവ ജയതേ, സത്യമേവ ജയതേ, വഖുൽ ജാഅൽ ഹഖ് വസാഖൽ ബാതിലു ഇന്നൽ ബാതില കാന സൗകാ. സത്യമേ ജയിക്കാൻ പാടുള്ളൂ. എല്ലാ വേദങ്ങളും പറഞ്ഞു സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് വളരെ രസകരമായ ഒരു പോയിന്റ് പറഞ്ഞുകൊള്ളട്ടെ. വളരെ രസകരമായ ഒരു പോയിന്റ്. ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനോട് യാദൃശികമായി ഞങ്ങൾ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടുമുട്ടുകയാണ്. എന്റെ കൂടെ 6ാം ക്ലാസ് പഠിച്ചിരുന്ന രാകേഷ് എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ, എന്റെ ബെഞ്ചിലിരുന്ന, എന്റെ തൊട്ടടുത്തിരുന്ന, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന എന്റെ രാകേഷിനെ ഒരു 10-27 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ കാണുകയാണ്. അപ്പോ രാകേഷിനും എനിക്ക് ഭയങ്കരമായ അത്ഭുതം. ആ അത്ഭുതങ്ങൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു പങ്കുവെച്ചു. അവൻ പറഞ്ഞു, എടാ ഇതാ എന്റെ വീട് എന്നവൻ എന്നോട് പറഞ്ഞു. ശരി, എന്നാ നമുക്ക് അവിടെ പോവാം എന്ന് പറയാൻ ഞാൻ അവന്റെ വീട്ടിൽ പോയി. അവിടെ അപ്പൊ അവിടെ മനോഹരമായ ഒരു വീട്. ആ വീട്ടിലെ അവന്റെ അച്ഛന് പണ്ഡിതനാണ്. അപ്പൊ അവിടെ ചതുർവേദമുണ്ട്. ചതുർവേദങ്ങനെ കണ്ടപ്പോ ഞാൻ അവരോട്, രാകേഷ് ആ യജുർവേദം ഒന്ന് എടുക്കാമോ? ആ യജുർവേദം ഒന്ന് എടുക്കാമോ? അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ്, പൂച്ചക്ക് എന്തിനാടാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ജി മുസ്ലിം അല്ലടാ, എനിക്ക് എന്തിനാ യജുർവേദം? അങ്ങ് എന്തെങ്കിലും മനസ്സിലാവോ അങ്ങനെ ചോദ്യം. ഞാൻ പറഞ്ഞ മനസ്സിലാവോ ഇല്ലേ എന്നല്ലേ നമുക്ക് വേറെ ആലോചിക്കാം. നീ യജുർവേദം എടുത്തിട്ട് എന്റെ മുമ്പിൽ വെക്കുക. അപ്പൊ അവൻ നല്ല ഭവ്യതയോടെ അവിടെ കയറി യജുർവേദം എടുത്ത് എന്റെ മുമ്പിൽ വെക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ? യജുർവേദം മറക്കാൻ പറഞ്ഞു. 32ാമത്തെ അധ്യായം മറച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ 32ാമത്തെ അധ്യായം എന്റെ മുമ്പിൽ എടുത്തു വെച്ചു. അതിലെ 3ാമത്തെ സൂക്തം, ഞാൻ നേരത്തെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞില്ലേ, ഇതെന്റെ ഒരു രീതിയാണ്, അത് മറച്ചു വെക്കാൻ പറഞ്ഞു. അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കാം. അപ്പൊ സുന്നി വോയിസ് എടുക്കുക. 2000 ജൂലൈ മാസം സുന്നിയുടെ കയ്യിൽ കൊടുക്കുക, വായിക്കുക. നബിദിനം ബിദ്അത്താകുന്നു, സഹാബികൾ ചെയ്തിട്ടില്ല. എവിടെയാ പറയണത്? സുന്നി വോയിസിൽ 2000 ജൂലൈയിൽ 16-31 വരെ. അത് ഞങ്ങളുടെ രീതിയാ. ഇതാ എടുത്തോ സുന്നി വോയിസ്, നബിദിനം പാടില്ല എന്ന് എഴുതി. ഇതാ മുഅല്ലിം മാസിക എടുത്തോ, നബിദിനം പാടില്ലെന്ന് എഴുതി.
ഇതാ കക്കാട് മുഹമ്മദ് വൈസി നബിദിനം 3 നൂറ്റാണ്ടിന് ശേഷം തുടങ്ങി, അത് ബിദ്അത്താണ്, ഇതാ കണ്ടോ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ രീതി തൊള്ളത്താളക്കലല്ല, പാട്ടുകാടലല്ല. ഞങ്ങളുടെ രീതി തെളിവുദ്ധരിക്കലാണ്. ഇന്ന അധ്യായം, ഇത്രാമത്തെ വചനം, ഇന്ന പുസ്തകം, ഇന്ന പേജ്, ഇന്ന അധ്യായം, ഇന്ന ചാപ്റ്റർ, ഇന്ന ഓദർ, ഇന്ന സ്ഥാപനം. കൃത്യം എന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവസാനം കേട്ടോളൂ, ഞാൻ പറയുന്ന തെളിവ് ശ്രദ്ധിച്ചോളൂ. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വാചകം അവനെ കൊണ്ട് വായിപ്പിച്ചു. എന്റെ രാകേഷിനെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു. ഞാൻ പറഞ്ഞ അർത്ഥം വായിക്കും. ദൈവത്തിന് പ്രതിമയില്ല, പ്രതിമാരാധനയുടെ ദൂഷ്യാണ് അവിടെ പറയുന്നത്. എന്നാലും ഞാൻ അവനോട് ചോദിച്ചു, രാകേഷ് അതെന്താ? അതെന്റെ പൂജാമുറി. ഓഹോ, ആ പൂജാമുറിയിൽ എന്താ? അത് പ്രതിമ. പൂജാമുറിയിൽ പ്രതിമ. ഓഹോ, യജുർവേദത്തിൽ എന്താ ഉള്ളത് രാകേഷ്? പ്രതിമ പാടില്ല. നീ എന്താ ചെയ്ത്? പ്രതിമ വെച്ചു. അപ്പൊ മതാണോ കുറ്റം, നീയാണോ കുറ്റം? അപ്പോഴാ അവൻ എന്റെ മുഖത്ത് നോക്കണത്. നിങ്ങൾക്കറിയോ, ഇപ്പൊ എന്റെ കൂടെ വരാൻ നിങ്ങൾ സന്നദ്ധത ഉണ്ടോ? ഹിന്ദു മതത്തിന്റെ പ്രതിനിധികൾ ശിവഗിരി ആശ്രമത്തിലേക്ക് സുഹൃദാനന്ദ സ്വാമികളും ഈയുള്ളവരും ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു റെസ്റ്റ് ഹൗസിൽ ഇങ്ങനെ വിശ്രമിക്കുക. അപ്പൊ അവിടെ ഞങ്ങളിങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, സ്വാമിജി, വർഷങ്ങളായി എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, സത്യം പറയൂ സ്വാമിജി, ബിംബാരാധന ഹിന്ദു മത വേദഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലേ? സ്വാമിജി പരിസരത്തൊക്കെ ആരും സ്വാമിജി എന്നോട് പറഞ്ഞു, ഇല്ല, ബിംബാരാധന വേദഗ്രന്ഥത്തിലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമിജി അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടായി? അപ്പൊ സ്വാമിജി എന്നോട് പറയാണ്, പടച്ചോനെ സാക്ഷി നിർത്തി, ആകാശഭൂമികളെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്. സ്വാമിജിനോട് പറയാണ്, ചെറിയ കുട്ടികള് കളിപ്പാട്ടം അതിലൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കളിക്കല്ലോ, ഒരു നിശ്ചിത പ്രായമായ അവരത് ഒഴിവാക്കും. ഒരു ഏകാഗ്രത കിട്ടാൻ വിഗ്രഹത്തെ വെച്ചു കൊടുത്തതാണ്, അല്ലാതെ മതം പഠിപ്പിച്ചതല്ല. കേൾക്കണേ നിങ്ങൾ. സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ 12-ാമത്തെ പേജ്, 13-ാമത്തെ പേജ്, 32-ാമത്തെ പേജ്, 515-ാമത്തെ പേജ് 16 ദൂഷ്യാണ് ബിംബാരാധനക്ക് പറഞ്ഞത്. എത്ര ദൂഷ്യം? 16 ദൂഷ്യം. ഇനി നിങ്ങൾ ആലോചിക്കും, യജുർവേദത്തിലെ 32-ലെ 3 പറയാണ് ബിംബാരാധന പാടില്ല. തീർന്നില്ല. അവിടെ ഒരു വാചകോട് കേട്ടോളൂ, യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതി യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതി. കേനോപനിഷത്തിലെ 6-7 ശ്ലോക. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ വളരെ രസകരമായി പറഞ്ഞുതരാം. എന്റെ തൊട്ടടുത്ത് എന്റെ രവിയേട്ടൻ ക്ഷേത്രത്തിലേക്ക് കുളിച്ച് കുറിതൊട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് ബിംബത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നതിനെ കുറിച്ച് പറയാണ്. എന്ത്? ആ കൈകൂപ്പി ആരാധിക്കുന്ന ദൈവമൊന്നും ദൈവമല്ലട്ടോ, സാക്ഷാൽ ദൈവം നിന്റെ കണ്ണിന് കാഴ്ച നൽകിയവനും നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത സർവശക്തനാണ് കേട്ടോ എന്ന് പഠിപ്പിക്കുകയാണ്. അതല്ലേ വേണ്ടത്? എന്താ മഹാനിർവഹണ സ്തോത്രം ഞാൻ അവിടെ ചൊല്ലിയല്ലോ. മഹാനിർവഹണ സ്തോത്രം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. എന്താ അതില്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. എന്റെ ആദ്യ വചനം ഒന്ന് കേട്ടോ. ത്വമേകം ശരണ്യം, എന്റെ ആരാധനകൾ മുഴുവനും ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ്. മാത്രം മാത്രം മാത്രം. അത് വെറുപ്പായില്ലേ? അടുത്ത വാചകം എന്താ? എന്റെ വഴിപാടുകൾ, എന്റെ അർച്ചനകൾ, എന്റെ തേട്ടങ്ങൾ. ഉദാഹരണം പറയാ, ഞാൻ വെള്ളത്തിൽ മുങ്ങിയാൽ മുങ്ങിപ്പൊങ്ങുമ്പോ ഞാൻ വിളിക്കുന്നത് നിന്നെയാണ്, ഏകനായ നിന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്? ഹിന്ദുമതാ പറയണത്. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ മാത്രം വിളിക്കുന്നത്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. നീ ജഗത്തിന്റെ കാരണക്കാരനാണ്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച നീയാണ്. നോക്ക്, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവിനെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. വളരെ ലളിതം, വളരെ സിമ്പിളായ 2 കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ചില വാഹനങ്ങളിൽ, ചില ഈ വാഹനത്തിലൊക്കെ ഉണ്ടാവും പിശാരിക്കാവിലെ അമ്മ, ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനങ്ങളൊക്കെ പുറമ്പോക്കാം ആണോ? നിങ്ങൾ ആലോചിച്ചു, ഞാൻ ഈ കുട്ടിക്ക് മാത്രമേ തിന്നാൻ കൊടുക്കൂന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ദുഷ്ടനാ, ഞാൻ എല്ലാവർക്കും കൊടുക്കും. അപ്പോഴോ പിശാരിക്കാവിലമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം ചൊരിയും. ബാക്കിയുള്ള നോയിക്കോട്ടെ, അതിന്റെ പേരിലോ വർഗീയത, അതിന്റെ പേരിലെ വർഗീയ. യേശു ക്രിസ്തു ഈ വാഹനത്തിന്റെ രക്ഷകൻ. അപ്പൊ ബാക്കി വാഹനമൊക്കെ പുറമ്പോക്കാം ആണോ? ഉള്ള ബന്ധങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം.
എന്തൊരു വർഗീയതേ! നേരെ മറിച്ച് ഖുർആൻ എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ ദൈവത്തോട് ഞാൻ അഭയം തേടുന്നു. ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ആരറിയാം? അല്ലാഹുവാണ്, പടച്ചതമ്പുരാനാണ്, ലോകത്തിന്റെ സൃഷ്ടാവാണ്, ദീദീപികനാണ്. അത് മനസ്സിലാക്കാൻ ഞാനൊരു ഭാഗം കൂടി പറഞ്ഞുതരാം. അപ്പൊ നമ്മളിവിടെ ലണ്ടനിൽ പോയി. എന്നിട്ട് വിചാരിച്ചോ, ലണ്ടനിൽ ചെന്നിട്ട് ഈ കർണാടകയിലെ ഉള്ളാളത്തിൽ ജീവിക്കുന്ന ഒരു മൊയ്തീൻ ലണ്ടനിൽ ചെന്ന് സായിപ്പിനെ കണ്ടപ്പോ ചോദിച്ചു, ഉള്ളാളം നിങ്ങളെ അറിയോ? എന്താ ചോദ്യം? ഉള്ളാളം നിങ്ങളെ അറിയോ? അപ്പൊ ഉള്ളാളായ മടിയിലല്ലാത്ത ആളായ മുമ്പർക്ക് എന്താ പ്രശ്നം? ഇനി ഒരാള് ഗുരുവായൂരിൽ ഒരു മാധവൻ ലണ്ടനിൽ ചെന്ന് ഗുരുവായൂരപ്പൻ അറിയോ? അയാൾക്ക് എന്ത് ഗുരുവായൂര്? നേരെ മറിച്ച് അയാളോട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു നോക്കൂ, ആകാശത്തെ സൃഷ്ടിച്ച ദൈവമുണ്ടോ? ആണ്ട്, ദി ഗോഡ്. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അതാ പറഞ്ഞേ, അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം രാജമുഖയോഗം വായിക്കി, 18 അധ്യായമുള്ളൂ. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നോട് തമാശ പറഞ്ഞു, ഞങ്ങളെ ക്ഷേത്രത്തിൽ ഒരു പൂജാരി പോസ്റ്റ് ഒഴിവുണ്ട്, നിങ്ങൾ വരുമോ? ഞാൻ ചോദിച്ചാ എന്തിനാ? ഞങ്ങളെക്കാൾ നിങ്ങൾ പഠിച്ചല്ലോ. വെറുതെ പഠിച്ചല്ല, ആത്മാർത്ഥമായിട്ട് പഠിച്ച പറഞ്ഞു കൊടുക്കാൻ മനുഷ്യരോട് നമ്മൾ ഒന്നാണ്. തമ്മ് തല്ലരുത്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ, ഒറ്റ ദൈവേ നമുക്കുള്ളൂ. അവന്റെ വായു നമ്മൾ വിശ്വസിച്ചത്. ലോകത്ത് നടന്ന വർഗീയ കലാപങ്ങളുടെ ആകെത്തുകയെന്ന ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനിയിലും കോസറോവയിലും ലബനാനിലും ഗാസയിലും മാറാടും പൂനാട്ടും അല്ലേ, ഒറീസയിലും ഭീവണ്ടിയിലും ജാംഷഡ്പൂരിലും മൊറാദാബാദിലും ഹൈദരാബാദിലും കൊണാട്ടുപൈസിലും താജ് ഇന്റർനാഷണൽ ഹോട്ടലിലും അബ്രോഡിലും ഒക്കെ എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു, എത്ര കുട്ടികൾ അനാഥരായി, എത്ര പെണ്ണുകൾ വിധവകളായി. എന്നിട്ട് എന്തേ നേടിയോ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ശരി എന്തെങ്കിലും നേട്ടുണ്ടായി? കൊലപാതകങ്ങളെ കൊണ്ട്, ബോംബിടല് കൊണ്ട്, ഏതെങ്കിലും ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ ബോംബിട്ട് നിരപരാധികളെ കൊന്നതുകൊണ്ട് നാം എന്ത് നേടി? ജീവിതം നേടിയോ? ബാപ്പാക്ക് മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഉണ്ടതെന്ന് ജയിലിൽ കഴിയാൻ യോഗം. അല്ലേ, എന്തൊരു ജന്മമായി! ഇവിടെ നിന്നാണ് ഒരു തിരിച്ചറിവ്. എല്ലാവരും തിരിച്ചറിയാം ദൈവേകനെ. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഈ പറയുന്ന പോയിന്റ് എന്റെ ആത്മാർത്ഥം കൊണ്ട് പറയാൻ, ഞാനൊരു ചെറിയ മനുഷ്യനാണ്. ഒരു സ്ഥാനവും ഈ ദുനിയാവിൽ ആരും തന്നിട്ടില്ലെങ്കിലും ഈ പറയുന്ന വാക്ക് മാസ്മരികമല്ലേ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞ വാക്ക് തള്ളിക്കളയാൻ കഴിയൂ? എന്റെ ചുണ്ടെന്ന് പുറത്തേക്ക് എന്റെ നാവിലൂടെ വരുന്ന വാക്ക് മൊഴിമുത്തുകളില്ലേ, അമൃതമല്ലേ? ആർക്ക് തള്ളിക്കളയാൻ കഴിയും? എന്നെ നിങ്ങൾ മറന്നോ? എന്റെ പ്രസ്ഥാനം മറന്നോ? പക്ഷെ ഞാൻ ഈ പഠിപ്പിച്ച ആദർശം ഉണ്ടല്ലോ, അതൊരു കാലത്ത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അന്ന് റിട്ടേൺ ഇല്ല, അന്ന് മടങ്ങി വരില്ല. The traveler learns that about the road wind up all the way from beginning to end. അത് വരുന്നൊരു ദിവസം വരും, ഒരു റിട്ടേൺ ഇല്ല. ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ. ഒരു നായിക ബന്ധിച്ചില്ല. ഒരു ടിപ്പർ ലോറി ടേൺ ചെയ്തു വന്നു, 2 വീലർ ഒന്ന് തട്ടി, അത് കിടക്കുന്ന കൊക്കയിലെ ഖലാസ്. അതാ ജീവിതം. 68 ടയറുള്ള ടിപ്പർ ലോറിയുള്ള കിടന്ന് ചതഞ്ഞരഞ്ഞ് പപ്പടം പോലെ മാന്താന യോഗം. അതിന്റെ മുമ്പിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവണം. പടച്ചോനിലേക്ക്, ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക്, ഈ ആൽമരത്തെ സൃഷ്ടിച്ച നാഥനിലേക്ക്. ഒരു ചോദ്യം എല്ലാരോടും ഒന്ന് ചോദിച്ചോട്ടെ, ഒരേ ഒരു ചോദ്യം. മനുഷ്യവാസമില്ലാത്തൊരു കാലഘട്ടമല്ലേ? അല്ലേ മാധവേട്ട, അല്ലേ സുരേന്ദ്ര, അല്ലേ ദേവദാസ, അല്ലേ ബഷീറെ? ഇന്നൊരു കാലഘട്ടം മനുഷ്യവാസമില്ലാത്തൊരു കാലഘട്ടം അല്ലേ? ശരി, മനുഷ്യവാസമില്ലാത്തൊരു കാലഘട്ടം. അതൊന്ന് മനസ്സിൽ ശരിക്കും കുറിക്കണം. മനുഷ്യവാസമില്ലാത്തൊരു കാലത്ത് ആകാശല്ലേ, ഭൂമിയില്ലേ, സൂര്യനില്ലേ, ചന്ദ്രനില്ലേ, നക്ഷത്രങ്ങളില്ലേ, സൗരയൂഥങ്ങളില്ലേ? ഉണ്ട്. അതാരുണ്ടാക്കി? എല്ലാരും ഒന്ന് ആലോചിച്ചേ. മനുഷ്യ അന്ന് ക്രിസ്തുമതല്ല, ഹിന്ദുമതല്ല, ജൈനമതല്ല, ബുദ്ധമതല്ല, കൺഫ്യൂഷ്യനിസം അല്ല, ജൂതമതല്ല, ഒന്നുമില്ല. ഒന്ന് മനുഷ്യൻ തന്നെയല്ല. പക്ഷെ അന്ന് ഭൂമിയില്ലേ? ഉണ്ട്. ഒന്ന് എന്റെ പൊന്ന് കുഞ്ഞിക്കണ്ണ, ആ ഭൂമി സൃഷ്ടിച്ച പടച്ചവൻ ആരാ? ആ ഭൂമി സൃഷ്ടിച്ചവൻ ആരാ? അവനെയല്ലേ ആരാധിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന എങ്ങനെ? നിങ്ങൾക്കറിയാം, മൂസസ് പ്രവാചകൻ റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ പോവുകയാണ്. ഫിറൗൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ, ആ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ നാഥനായ സർവേശ്വരന്റെ പ്രവാചകന്മാരാണ് ഞങ്ങൾ. 2 പേരുമാരാണ്,
ഹാറൂനും മൂസയും ഞങ്ങൾ ആരാ? ലോകങ്ങളുടെ നാഥൻ. ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ദൈവമല്ല, ലോകത്തിന്റെ ദൈവം. ആ ലോകത്തിന്റെ ദൈവത്തിന്റെ അടിമകളാ ഞങ്ങൾ. അപ്പൊ ഫിറൗൻ ഒരു ചോദ്യം, എല്ലാരും ശ്രദ്ധിക്കണം. ഫിറൗന്റെ ചോദ്യം എന്താ അറിയോ? വമാ റബ്ബുൽ ആലമീൻ, നിങ്ങൾ പറയുന്ന ലോക പരിപാലകൻ ആരാ? മൂസ, ലോക പരിപാലകന്റെ അടിമകളാകുന്നു ഞങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. ശരി, ലോക പരിപാലകൻ ആരാ? ഇവിടുത്തെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളി, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. മൂസാ നബിയുടെ മറുപടി എന്തറിയോ? മൂസാ നബി പറയുന്നത് എന്തറിയോ? അറിഞ്ഞോളിയും കേട്ടോളിയും പഠിച്ചോളിയും. റബ്ബുസ് സമാവാതി വൽ അർദ്, ഞാൻ പറയുന്ന ദൈവം, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം, അതേ പറയുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഞാൻ പറയുന്ന ദൈവാരാ? ആകാശങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവനാരോ, അതിന്റെ പരിപാലകൻ ആരോ, അവനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. ഭൂമി, 7 ഭൂമി, 7 ആകാശം, അതിലെ മുഴുവൻ ജീവജാലങ്ങൾ, അതിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ പരിപാലകൻ ആരോ, അവനാകുന്നു എന്റെ ദൈവം. ഇങ്ങനെ പറയാൻ ഒരു ഉദാഹരണം പറയാം. സ്വാമി ചിദാനന്ദപുരി എന്ന് പറയുന്ന സന്യാസിക്ക് ഇവിടെ കയറി വന്നിട്ട് പറയാൻ കഴിയുമോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് സ്വാമിജിക്ക് ഇവിടെ കയറി പറയാൻ പറ്റുമോ? ഒരു പള്ളിയിലച്ഛൻ ഇവിടെ കയറിയിട്ട് പറയാൻ പറ്റുമോ യേശുക്രിസ്തുവിനെ വിളിക്കാൻ പാടില്ല? യേശുക്രിസ്തുവിന് മുമ്പ് ഒരുപാട് മനുഷ്യരുടെ കഴിഞ്ഞുപോയി. അബ്രഹാം പ്രവാചകൻ കഴിഞ്ഞുപോയി, ലോത്താ പ്രവാചകൻ കഴിഞ്ഞുപോയി, നോഹാ പ്രവാചകൻ കഴിഞ്ഞുപോയി, അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. അവരൊക്കെ വിളിച്ചത് ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പള്ളിയിലച്ഛന് പറയാൻ കഴിയോ? ഇവിടെ കയറി വന്നിട്ട് ഇനി ഒരു മുസ്ലിങ്ങളിൽപ്പെട്ടൊരു മുസ്ലിയാർക്ക് ഇവിടെ കയറി വന്നിട്ട് പറയാൻ പറ്റുമോ? മൊയ്തീൻ ഷെയ്നെ വിളിക്കരുത്, മമ്പ്രന്നങ്ങളെ വിളിക്കരുത്, റസൂലുള്ളാഹിനെ വിളിക്കരുത്, അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ? അത് പറയാനാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് പറയാനാണ് കണ്ണൂർ കമ്പിൽ 19-ാം തീയതി സമ്മേളനം. ഈ ആശയം തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നു? ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ ലോകത്തെ സൃഷ്ടിച്ച സാക്ഷാൽ പടച്ചോനെ ആരാധിക്കേണ്ടത് എന്ന ഈ ആശയം ശരിയല്ല. അതിനേക്കാൾ ബെറ്ററായ ഒന്ന് ഞങ്ങളുടെ അടുത്തുണ്ട്. 10 മിനിറ്റ് ഞാൻ സമയം തരും, അവിടെ ഇരുന്ന് 10 മിനിറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. എന്താ എന്റെ ധൈര്യം? എന്റെ നട്ടിൽ അത്ര ഉറപ്പിലാണ്. ഞാൻ അത് പഠിച്ചിട്ടുള്ള ഒരു ഉറപ്പ് കിട്ടിയല്ലോ. ഒരു കാര്യം പഠിച്ചാൽ കിട്ടുന്ന ഒരു തന്റെ ഇടണ്ടല്ലോ. ഒരു ഉദാഹരണം പറയാം. കൃഷ്ണ സിംഗ് നിൽക്കുന്ന ഇരുട്ടിയില്, നല്ല യൂണിഫോമില്. ഞാൻ അവിടുന്ന് ഒരു വണ്ടി ഓടിച്ചു വരികയാണ്. ലൈസൻസ് ഉണ്ട്, വണ്ടിക്ക് പേപ്പറുണ്ട്, പുക പരിശോധിച്ച കടലാസുണ്ട്, ഇൻഷുറൻസ് എടുത്ത പേപ്പറുണ്ട്, ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാ നിയമവും ഞാൻ പാലിച്ചിട്ടുണ്ട്. കൃഷ്ണ സിംഗ് അല്ല മൂപ്പരെ പടച്ചോൻ അവിടെ നിന്ന് എനിക്ക് പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താ പേടിക്കേണ്ടാത്ത? ഞാൻ എല്ലാ നിയമവും പാലിച്ചിട്ടുണ്ട്, പിന്നെ എനിക്കാരാ പേടിക്കേണ്ടത്? അതുകൊണ്ട് പേടിയില്ല. ഞാൻ എല്ലാ വേദവും പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും തമ്മ തല്ലുന്നത് വെറുതെയാണ്. അത് ഞാൻ പറയാൻ തീരുമാനിച്ചു. അത് മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങളായി പറയും. ഞാൻ ജനിച്ച മുതൽ ഞാനും പറയും മുജാഹിദായി. എന്റെ പേര് തന്നെ മുജാഹിദ്. ധർമ്മസമരം ചെയ്യുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ധർമ്മസമരം ചെയ്യുന്നവൻ, മനസ്സിലായി? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കുടികുത്തി വാഴുമ്പോ ധർമ്മസംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കും. അപ്പൊ ധർമ്മമാണ് ഇവിടെ വേണ്ടത്. ഏകനായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാചകം കേട്ടോളൂ. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയവൻ ആരോ, അവനാണ് സാക്ഷാൽ ദൈവം. എങ്ങനെ? ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ ആരോ, അവനാണ് നിങ്ങളുടെ ദൈവം. ഉണ്ടോ? അപ്പൊ പർവ്വതങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവം, ഭൂമിയെ സംവിധാനിച്ചവൻ ദൈവം. നമുക്ക് ഒരു വളരെ പ്രധാനമായ പോയിന്റ് ഞാൻ രസകരമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം. എന്റെ വീടിന്റെ തൊട്ടടുത്ത് എന്റെ ബാബുവേട്ടനാണ്, പ്രിയപ്പെട്ട എന്റെ ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ ഒരു സായി ഭക്തനാണ്, സായിബാബയെ ആരാധിക്കുന്ന ആളാണ്. അപ്പൊ സായിബാബ മരിക്കണതിന് മുമ്പുള്ള രംഗ പറയുന്നത്. ഞങ്ങൾ എന്നും സംസാരിക്കും, സായിബാബക്ക് എത്ര വയസ്സല്ലേ ആയുള്ളൂ, അതിന് മുമ്പ് ലോകല്ലേ ബാബുവേട്ട, അതിന് മുമ്പ് ലോകം നിയന്ത്രിക്കപ്പെട്ടില്ലേ ബാബുവേട്ട, ആ ഈശ്വരനല്ലേ ആരാധിക്കേണ്ടത് ബാബുവേട്ട എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. അപ്പം ബാബുവേട്ടൻ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറും.
ഒരു രംഗം എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. എന്താന്ന് വെച്ചാലേ, ബാബേട്ടൻ സായിബാബയുടെ പ്രതിമയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബാബേട്ടൻ സായിബാബയുടെ പ്രതിമയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മകൻ ഓടിക്കലിച്ചു വന്ന് പറയാണ്, അച്ഛാ സായിബാബ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ രംഗം. നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവം മരിച്ചു എന്ന്. ബുദ്ധിയുള്ളവൻ എന്താ ചിന്തിക്കുക? ആ ദൈവത്തെക്കാൾ കേമൻ ഞാനാണ്, ഞാൻ എന്നെ തന്നെ ഇനി ആരാധിക്കണം. കാരണം എന്താ? അയാൾ മരിച്ചു, ഞാൻ ജീവിച്ചിരുന്നു. എന്തൊരു കഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ആരാധിച്ചു, ഞാനിന്ന് ഇരുട്ടിന്ന് പരിപാടി കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുക. നാട്ടിൽ ചെന്നിങ്ങനെ ഇരിക്കും, എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, അല്ലാഹു മരിച്ചിരിക്കുന്നു. നഊദുബില്ലാ. ഒന്ന് ആലോചിച്ചോ, ലോകത്തിന്റെ സിദ്ധാവിന് മരണല്ല. ഇസ്ലാം അതാ പഠിപ്പിച്ചേ, മരിച്ചു. എന്തിനാ? ഞാൻ ഈ കണ്ണൂരിന്ന് കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് ഒരു യാത്ര പോവാണ്. യാത്ര പോകുമ്പോ അമ്മ ഭക്തനായ ശ്രീധരൻ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീധരൻ ട്രെയിനിൽ കയറി. ഞാൻ പരിചയപ്പെട്ടു, ഇങ്ങനെ സംസാരിച്ചു. ചോദിച്ചു, ശ്രീധരേട്ടാ നിങ്ങളുടെ അമ്മക്ക് എത്ര വയസ്സായി? നിങ്ങളുടെ അമ്മക്ക് പറഞ്ഞു, നിന്റെ അമ്മക്ക് 70 വയസ്സ്. നിങ്ങൾ ആരാധിക്കുന്ന മാതാമൃതാനന്ദമയ്ക്ക് വയസ്സെത്ര? 60. ഓഹോ, അപ്പൊ നിങ്ങളെ അമ്മ ജനിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മാതാമൃതാനന്ദമയി ഉണ്ടായത്? ആദ്യം വലിയ വയനാട് ചുരറിങ്ങുന്ന മാതിരിയായിരുന്നു വിഷയമൊക്കെ. പിന്നെ മൂപ്പരിങ്ങൾ തണുത്ത് വന്ന് ഞാൻ ചോദിച്ചല്ല, നിങ്ങളെ അമ്മ ജനിച്ചിട്ട് 10 കൊല്ലം വായു ശ്വസിച്ചില്ലേ? അന്ന് അമൃതാനന്ദമയി ഉണ്ടോ? ഇല്ല. ആ അമ്മക്ക് വായു കൊടുത്തതാരാ? അത് വെറും ശക്തിയല്ലേ? അതെ. ആ സൃഷ്ടാവിനെ അല്ലേ ആരാധിക്കേണ്ടത്? നിങ്ങൾ വായു ശ്വസിച്ചിട്ട് ആ വായുവിന് പൈസ ചോദിക്കാത്ത പടച്ചോയെ, മാതാമൃതാനന്ദമയിന്റെ ഹോസ്പിറ്റലിൽ ചെന്ന വെന്റിലേറ്റർ എടുത്ത് മൂക്കില് ഓക്സിജൻ തന്ന ബില്ല് 4000. ആലോചിക്കണേ, ചിന്തിക്കണേ, ഓർക്കണേ. സർവശക്തനായ പടച്ചോ മനുഷ്യന് വായു നൽകി. പൈസ എന്നിവരെ ചോദിച്ചോ? നിങ്ങളോട് എന്നോടും ചോദിച്ചോ? ഇല്ല. ആ സിട്ടാവിനെ ആരാധിക്കണ്ടേ? ഞാന് എറണാകുളത്തുനിന്ന് ട്രെയിന് കയറിയപ്പോ എന്റെ തൊട്ട് മുമ്പിൽ രമേശൻ നായർ. ഞാൻ പിന്നെ മനസ്സിലാക്കിയാണ്, രമേശൻ നായരുടെ ചെയിനിന്റെ ലോക്കറ്റിലെ അമ്മയുടെ ഫോട്ടോ. അപ്പൊ ഞാൻ രമേശൻ നായരോട് ചോദിച്ചു, അമ്മ ഭക്തനാണല്ലേ? അതെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഓഹോ. അപ്പൊ മാതാമൃതാനന്ദമയ്ക്കോ 54. ആഹാ. അപ്പൊ 6 കൊല്ലം മുമ്പേ നിങ്ങളുണ്ട്. ആ 6 കൊല്ലങ്ങൾക്ക് വായു തന്നതാരാ? വെള്ളം തന്നതാരാ? നിങ്ങളെ സൃഷ്ടിച്ചതാരാ? സംവിധാനിച്ചതാരാ? നിങ്ങളെ അമ്മയെ സൃഷ്ടിച്ചതാരാ? അദ്ദേഹത്തിന് അങ്ങ് ചിന്തിച്ചു, കാര്യം മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ നേരിട്ട് ഇടപെടല. ആരാണ്? മന്ത്രിനെ കണ്ടാൽ ട്രെയിനിൽ മന്ത്രിനോട് പറയും, ഞാൻ എന്നാളാണ് നിങ്ങളോട് ഇന്ന് പറയാണ്ട്. നിങ്ങൾ നോക്ക്, ആ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ്, സിനിമാ നടൻ, ഞങ്ങൾ ഒന്നിച്ചൊരു സമ്മേളനം പങ്കെടുത്തു. ഞാൻ അദ്ദേഹത്തോട് തീർത്തു പറഞ്ഞു, ഈ സിനിമയും അഭിനയമൊക്കെ അവസാനിക്കും. നിങ്ങൾ ഇനിയും സൃഷ്ടിച്ചൊരു സിട്ടാവുണ്ട്, അവൻ ആരാധന. കെ മുരളീധരൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞു, ഈ പോക്ക് ഇത് രാഷ്ട്രീയമൊക്കെയാണ്, ഒക്കെ നല്ല തന്നെ, പക്ഷെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, അപകടമാണ്, അവിടെ ചെല്ലേണ്ടി വരും. അത് ആരെ കണ്ടാലും പറയാം, ആരെ കണ്ടാലും പറയാം, ഏത് മനുഷ്യരോടും പറയാം, നമ്മളെ സൃഷ്ടിച്ചൊരു സിട്ടാവുണ്ട്, അവനെ ആരാധിക്കണം. രസകരമായ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാം. അപ്പൊ ആലുവയിൽ നിന്ന് ഒരു ക്രിസ്തീയ കുടുംബം കയറിയപ്പോ എനിക്ക് അവരെ മനസ്സിലായി. ഞാൻ ആ യുവാവിനോട് ചോദിച്ചു, ക്രിസ്ത്യാനിയാണല്ലേ? അതെ. എനിക്കൊരു സംശയമുണ്ട്, ഒന്ന് തീർത്തുതരാമോ? യേശുക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറിയോ എന്ന് ചോദിച്ചു. കുരിശിലേറി. വെള്ളിയാഴ്ച സമ്പൂർണ്ണമായി കാൽവരിയിൽ കിടന്ന് മരിച്ചോ? മരിച്ചു. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റോ? ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറിയതിനു ശേഷം സമ്പൂർണ്ണ മരണം നടന്നോ? നടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, വെള്ളി ശനിയായില്ലേ? ശനി ഞായറായില്ലേ? അതെ. ഈ വെള്ളിയും ശനിയും ഞായറും കൺട്രോൾ ചെയ്തത് ആരാ? അന്ന് യേശുക്രിസ്തു കുരിശിൽ കിടക്കുക, അതാരാ? അവൻ ഇവരൊന്ന് ചിരിച്ച്, ശരി, കുരിശിലേറുന്നതിന് മുമ്പ് ഒരു ബുധനും വ്യാഴവും കഴിഞ്ഞു പോയി, അതാരെ കൺട്രോൾ ചെയ്ത്? കുരിശിലേറിയതിനു ശേഷവും വെള്ളിയും ശനിയും കഴിഞ്ഞു പോയി, ഞായർ കഴിഞ്ഞു പോയി, അതാരെ കൺട്രോൾ ചെയ്ത്? അങ്ങനെ ഒരു സിട്ടാവില്ലേ? ഉണ്ട്. അവനല്ലേ സാക്ഷാൽ ദൈവം, അവനല്ലേ ആരാധിക്കേണ്ടത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. 10 മിനിറ്റ് അതിന് എടുത്തിട്ടുള്ളൂ. അതോടെ കഴിഞ്ഞ് ഞാൻ എറണാകുളം ഇറങ്ങാണ്, അയാൾ തിരുവനന്തപുരത്തേക്കാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയാം? നിങ്ങൾ ഇറങ്ങിക്കോളൂ, എനിക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോളി, എനിക്ക് കയറിയിട്ടുണ്ട്. എന്ത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലെ വിജ്ഞാനം എനിക്ക് കയറിയിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോളി. ആ കയറിയിട്ടുണ്ട് ജീവിതത്തിൽ പ്രകടിപ്പിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പറയാം, ഏകദൈവത്തെ ആരാധിക്കാതെ കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നും സൂര്യനും ചന്ദ്രനും നിങ്ങൾ ആരാധിച്ചാൽ ഉറച്ച് ഞാൻ പറയുന്നു, നരകത്തിന്റെ അഗ്നി നാളങ്ങളിൽ കത്തിജ്വലിക്കുന്ന ദൈവശിക്ഷക്ക് നമ്മൾ വിധേയരാണ്. യാതൊരു സംശയവും വേണ്ട. അന്തം തമഃ പ്രഭിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവദേ യഹു സംഭൂത്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോക. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ?
ദൈവേതരരെ സാക്ഷാൽ അല്ലാഹുവിനെ വിട്ട് അവന്റെ സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്തകാരമായ നരകത്തിൽ പോകും. വേദഗ്രന്ഥം പഠിപ്പിച്ച ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന 5-ാം അധ്യായം 72-ാമത്തെ വചനം. ആരെങ്കിലും പടച്ചോനല്ലാത്തവരെ വിളിച്ചാൽ, നിങ്ങൾ ആലോചിച്ചോ, ഞാൻ ഇന്നലെ എന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരനുമായി സംസാരിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് ഖുർആനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഇങ്ങനെ കാണിച്ചു, മറിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു പ്രാർത്ഥന റബ്ബന അല്ലാഹുമ്മ റബ്ബി എന്നല്ലാതെ ഇന്ന മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടിന്റെ രോഗം മാറ്റണേ എന്നൊരു പ്രാർത്ഥന ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതില്ല. ശരി, ഇബ്രാഹിം നബിയെ എന്റെ രോഗം മാറ്റണേ എന്ന് ഇബ്രാഹിം നബിക്ക് ശേഷം ഒരു നബി പറഞ്ഞ വല്ല വാചകവും ഖുർആനിലുണ്ട്? അതുമില്ല. ഏതെങ്കിലും ഒരു നബി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലല്ലാത്തവരെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുമില്ല. പിന്നെന്താ മുസ്ലിങ്ങളെ, പിന്നെന്താ മൊയ്തീശേനെ വിളിച്ചത്? പിന്നെന്തേ മമ്രങ്ങൾ വിളിച്ചത്? എന്തേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്? ജീവിതത്തിലെ പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല. ഞാൻ അവനിലൊന്നും, ഇത് റസൂലിന്റെ പ്രഖ്യാപന. റസൂല് സദസ്സിൽ എണീറ്റെന്ന് പ്രഖ്യാപിക്കണത്, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ഞാൻ ഇബ്രാഹിം നബിനോട് പ്രാർത്ഥിക്കൂല, ഞാൻ ഇസ്മായിൽ നബിനോട് പ്രാർത്ഥിക്കൂല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞാൻ ശിർക്ക് ചെയ്ത് മുശ്രിക്കാവും, ആ പണി ഞാൻ ചെയ്യൂല. 72-ാം അധ്യായം 20-ാമത്തെ വചനം. കുല്ലിദുല്ലദീന സഅംതും 17-ാം അധ്യായം 57-ാമത്തെ വചനം. വമൻ അവല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് 46-ാം അധ്യായം 5-ാമത്തെ വചനം അല്ലേ. വഖാല റബ്ബുക്കും ഉദൂനി 40-ാം അധ്യായം 60-ാമത്തെ വചനം. വൈദാ സഅലക ഇബാദി അന്നി 2-ാം അധ്യായം 186-ാമത്തെ വചനം. എത്ര വചനം! അല്ലല്ലാത്ത ഒരാളോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് ഖുർആൻ പറയണെന്നറിയോ? മനുഷ്യരെ 20-ലധികം തവണ വിളിക്കുക. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ സൃഷ്ടാവ് ഏകനാണ്, അവനെ ഞങ്ങൾ ആരാധിക്കേണ്ടത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ സൃഷ്ടിച്ച ഖുർആനിൽ 2-ാം അധ്യായം 21-ാമത്തെ വചനം, 2-ാം അധ്യായം 168-ാമത്തെ വചനം, 2-ാം അധ്യായം 213-ാമത്തെ വചനം, 4-ാം അധ്യായം 1-ാമത്തെ വചനം, 7-ാം അധ്യായം 158-ാമത്തെ വചനം, 22-ാം അധ്യായം 1-ാമത്തെ വചനം, 22-ാം അധ്യായം 3-ാമത്തെ വചനം, 22-ാം അധ്യായം 5-ാമത്തെ വചനം, 22-ാം അധ്യായം 9-ാമത്തെ വചനം, 22-ാം അധ്യായം 11-ാമത്തെ വചനം, 22-ാം അധ്യായം 73-ാമത്തെ വചനം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായം 6-ാമത്തെ വചനം, 84-ാം അധ്യായം 5-6 വചനങ്ങൾ, 85-ാം അധ്യായം 5-6 വചനങ്ങൾ. ഇതിലെല്ലാം പറയുന്നത് മനുഷ്യരെ, 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 നിങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ പടച്ചോൻ ആരാധിക്കും. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച പടച്ചോൻ ആരാധിക്കും. അതെ, നമുക്കൊക്കെ ഒരു മരണമുണ്ട്. മരണത്തിന് ശേഷം ജീവിതം. പട്ടിയായും പന്നിയായും നായയായും ഒന്നും നമ്മളാരും ജനിക്കില്ല. തദിഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബദ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ടാലയോനി എന്ന് പറയുന്നു ചന്തോക്ക് പരിശു. തെറ്റായ ഒരു ധാരണയാണ്. ഇവിടെ ആരും ബ്രാഹ്മണ യോനിയിൽ ജനിക്കണില്ല. ഇവിടെ എല്ലാവരും മനുഷ്യരാണ്. പറയനുമില്ല, പൊലയനുമില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഇസ്ലാം അതാ പഠിപ്പിച്ചു. ഇസ്ലാമിൽ ഖുർആനിൽ എവിടെങ്കിലും ഇപ്പൊ നിങ്ങൾക്കറിയാം, മനുസ്മൃതി 1-ാം അധ്യായം 100-ാമത്തെ വചനം, മനുസ്മൃതി 2-ാം അധ്യായം 208 മുതൽ 218 വരെയുള്ള വചനം എന്തായാലും ബ്രാഹ്മണനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ഭഗവാന്റെ മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ശൂദ്രൻ അവന് പാദസേവ ചെയ്യണം. ശൂദ്രൻ ബ്രാഹ്മണനെ ചീത്ത പറഞ്ഞാൽ നാവ് കട്ട് ചെയ്യണം. ബ്രാഹ്മണൻ പൂരത്തറി പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. അതാണ് അനീതി. നിങ്ങൾ കണ്ടില്ലേ, സൗദിയിൽ ഒരു രാജകുടുംബത്തിലെ രാജാവിനെ തൂക്കിക്കൊന്ന് കഴിഞ്ഞ ദിവസം ചാമ്പിക്കത്. എന്ത് കാരണം? ഇസ്ലാമിന്റെ പ്രത്യേകത അതാ. രാജാവായാലും തല വെട്ടേണ്ടി എന്നാ വെട്ടും. ഇസ്ലാമിന്റെ നീതി അതാ. മുഹമ്മദ് നബി ഉന്നത ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു. അവളെ കൈവെട്ടാൻ തീരുമാനിച്ചു. ഉസാമ വന്നിട്ട് പറഞ്ഞു, ഒരു നല്ല ഗോത്രക്കാരിയല്ലേ, വേണ്ട, അവർക്കൊരു മോശല്ലേ അത്, എന്റെ കരളിന്റെ കരളാണടാ ഫാത്തിമ, അവള് കട്ട, അവളെ വലത്തെ കൈ ഞാൻ ഛേദിച്ചു കളയും. അതിന് മോള് എന്നുള്ള ബന്ധമൊന്നും എനിക്ക് നോക്കില്ല. നീതി, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നീതി. ഇസ്ലാം ലോകത്ത് ഉച്ചനീച. B.R. അംബേദ്കർ നിങ്ങൾ നോക്ക്. B.R. അംബേദ്കർ സ്വന്തം സഹപ്രവർത്തകരുടെ കൂടെ ബെഞ്ചിലിരുന്ന് ഭക്ഷണം പഠിക്കാനോ ഭക്ഷണം കഴിക്കാനോ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ചാക്കിട്ടിട്ട് നിലത്തിരിക്കുകയായിരുന്നു. ദലിതനായി എന്നുള്ളതിന്റെ പേരിൽ ജനങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നിടത്ത് വാട്ടർ ടൈപ്പിൽ വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എന്തിന്? നെൽസൺ മണ്ടേല നോ ഈസി വാക്ക് ടു ഫ്രീഡം. അതിൽ അദ്ദേഹം പറയാണ്, എന്റെ തൊലി കറുത്തു പോയതുകൊണ്ടാണ് എന്നെ എല്ലാരും പീഡിപ്പിച്ച്.
ഇന്നും ദക്ഷിണാഫ്രിക്കയിൽ ക്രിസ്ത്യാനികൾക്ക് വെളുത്തോൽക്ക് ഒരു ചർച്ച്, കറുത്തോൽക്ക് വേറെ ചർച്ച്. പരിശുദ്ധ കാബാലയം അറിയോ നിങ്ങൾക്ക്? 250 രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ, കറുത്തവർ വെളുത്തവർ, കറുത്ത സ്പ്രിങ് പോലെ മൂക്ക് പത്തിരിയായ ബിലാലിനെ നബീന്റെ ഷോൾഡറിൽ കാല് വെച്ച് ചവിട്ടിക്കയറ്റി സൽമാൻ അൽ ഫാരിസിന്റെ കൂടെ ഇരുത്തി പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. സത്യത്തിൽ ബ്രാഹ്മണനെ ശൂദ്രന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, കൊല്ലന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ബാർബറുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇസ്ലാമിലോ ആർക്കും ആരെ ഭക്ഷണം കഴിക്കുക, ഹലാലാകണം, വൃത്തികേടാകരുത്, നന്നാവണം. അത്രയുള്ളൂ. മനുഷ്യരാ നമ്മള്, ഒരച്ഛനമ്മമാർക്ക് പറഞ്ഞവരാ നമ്മള്. ഒരച്ഛനമ്മ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുറമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടവരാണ്. ആരും ആരെയും ആക്രമിക്കരുത്, ആരും ആരെയും കൊല്ലരുത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ആഹാരം കൊടുക്കണം. നിങ്ങൾ ഉണ്ണരുത്, അവനും കൂടി ആഹാരം കൊടുക്കണം. നിന്നെക്കുറിച്ച് നിന്റെ അയൽവാസി നിർഭയനായിരിക്കണം. ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, RSSും BJP ബജരംഗദളും ശിവസേനയും ഹിന്ദു ഐക്യവേദിയും NDFും പോപ്പുലർ ഫ്രണ്ടും അതുപോലുള്ള സിമിയും അതുപോലെ അൽ ഖായിദയും അതുപോലെ എന്തൊക്കെ ഉണ്ടോ, ഇതൊക്കെ എന്ത് നേടി? നമ്മളൊക്കെ എന്ത് നേടി? എന്താ നമ്മൾ നേടി? ഒന്ന് പറയൂ. എന്ത് സ്വസ്ഥതയാണ് നമുക്കുണ്ടായത്? എന്ത് സ്വസ്ഥതയാണ്? ഓരോ തീവ്രവാദ ഗ്രൂപ്പുകൾ പറഞ്ഞ് അവിടെ ഇവിടെ. നിങ്ങൾക്കറിയോ വിശുദ്ധ ഖുർആൻ പറയുന്ന അറിയോ നിങ്ങൾക്ക്? 5-ാം അധ്യായം 32-ാമത്തെ വചനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളിയാവൻ. അന്യായമായി കൊല്ലരുത്, അന്യായമായി ഒരു മനുഷ്യനെയും കൊല്ലരുത്. ഉണ്ടോ? തെൽമൂദ് നല്ലൊരു ഗ്രന്ഥമുണ്ട്, വർഗീയതയുടെ ഗ്രന്ഥം. അതിലെന്താ ഉള്ളതെന്നറിയോ? അന്യായമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അന്യായമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. ഖുർആനോ അന്യായമായ ഒരു മനുഷ്യനെ, കണ്ടോ, അന്യായമായി ഒരു ഹിന്ദുവിനെ വെട്ടിക്കൊന്നാൽ 714 കോടി മനുഷ്യരെ കൊന്ന കൊലയാളിയാണ്. അത്ര വലിയ ഗൗരവമാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് പരസ്പരം തല്ലരുത്, കൊല്ലരുത്, മുഖത്തടിക്കരുത്, വഞ്ചിക്കരുത്, ആക്രമിക്കരുത്, ആരാന്റെ സ്വത്ത് കൊള്ള ചെയ്യരുത്. ഇതൊന്നും മതം പഠിപ്പിച്ചല്ല. നമ്മളൊന്നാണ്. നമ്മളിനി ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൽ വിശ്വസിക്കുമ്പോഴും നമ്മൾ നല്ല സൗഹൃദവും സ്നേഹവും ബന്ധവും വെച്ച് പുലർത്തണം. എല്ലാരെയും സംശയദൃഷ്ടിയോട് കാണുന്നത് ഒരു രോഗമാണ്. പാടില്ല, പരസ്പരം അടുത്തറിയാം. എന്താണ്? ഇപ്പൊ എന്റെ നാട്ടിലാണ് കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷ്, ഏറ്റവും വലിയ ബുദ്ധിജീവി എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ എന്ത് രസത്തിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. പത്മനാഭനാമത്തെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രീധരൻപിള്ള എന്തൊരു സ്നേഹത്തില് അനുയായികൾ തമ്മിൽ ഭയങ്കര കടിച്ചു കയറി. എന്താ ആവശ്യം? എന്താ ആവശ്യം? മനുഷ്യരെ തമ്മിൽ ഉപദ്രവിക്കണ്ട. ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. സ്നേഹമാണ് എല്ലാത്തിനും ആധാരം. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. സ്നേഹിക്കുണ്ണീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തിൽ. ആദർശം ഒരിക്കലും വിട്ടുകൊണ്ട. എന്റെ ആദർശം എനിക്ക് വലുതാണ്, ഞാനതൊരിക്കലും കളഞ്ഞു കുടിക്കണ്ട. ഒരു ഹിന്ദുവിന്റെ ആഘോഷം ഞാൻ എടുക്കണ്ട, ഒരു മുസ്ലിമിന്റെ ആഘോഷം ഹിന്ദു എടുക്കണ്ട. പക്ഷെ ഹിന്ദു മുസ്ലിം മനുഷ്യരെന്ന നിരക്ക് സഹോദരങ്ങളാണ്. അപ്പൊ എനിക്കറിയാം, എന്റെ നാട്ടിൽ പെട്ടെന്നൊരു BJP-കാരൻ മരിച്ചു. പെട്ടെന്ന് യുവാവായിരിക്കെ മരിച്ചു. അപ്പൊ ചെറിയ 2 കുട്ടികളുണ്ട് അദ്ദേഹം, ഏറ്റവും ചെറിയ. അവരുടെ കാര്യം സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പൊ അവിടുത്തെ ആളുകൾ എന്റെ അടുത്ത് വന്നു. അവർക്കറിയാം എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഉചിതമായി മറുപടി പറയും. അവരെന്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, 2 കുട്ടികളെ 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അത് മനുഷ്യപ്പറ്റാൻ. നേരെ മറിച്ച് BJP-കാരൻ എന്റെ അടുത്ത് വന്ന് ക്ഷേത്രത്തിലെ ബിംബാരാധനക്ക് പിരിവ് ചോദിച്ചാലോ ഞാൻ കൊടുക്കേണ്ടതില്ല. കാരണം ഞാൻ ബിംബാരാധന തെറ്റാണെന്ന് വേദം കൊണ്ട് പഠിച്ചാളാണ്. ആ തെറ്റിന് ഞാൻ കൂട്ടിക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറ. ഹിന്ദു വേദപ്രകാരം തന്നെ ബിംബാരാധന തെറ്റാണ്. ആ തെറ്റിന് ഞാൻ പൈസ കൊടുക്കാൻ പാടും? നിങ്ങൾ പറയും. നേരെ മറിച്ച് അതേ ക്ഷേത്ര കമ്മിറ്റി എന്റെ അടുത്ത് വരികയാണെന്ന്. എന്തിനു വരികയാണ്? ഈ നാട്ടിലെ പാവപ്പെട്ട 2 ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഉണ്ട് മുഴുവൻ. അവിടെ ഞാൻ ക്ഷേത്ര കമ്മിറ്റിയെ നോക്കൂല. അതാണ് മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത്. അല്ലാതെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണ്ട. കാറ്റ് തട്ടിപ്പോയി, ഒറ്റ തട്ടല് കഴിഞ്ഞു. ആ ഐശ്വര്യ തന്നെ സുന്ദരിയായ പെണ്ണ്, എന്താ സൗന്ദര്യ എന്നൊരു പേരിട്ട് ഫ്ലൈറ്റ് കാല് പിടിച്ചപ്പോ കാല് ഉരുങ്ങി. അത്രേ ഉള്ളൂ മനുഷ്യൻ, അത്രേ ഉള്ളൂ. ആരും വിചാരിക്കേണ്ടതൊക്കെ ഒന്നും ഉണ്ടാവും. ഒരൊറ്റ അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് ഇവിടെ കഴിഞ്ഞു. അതാ ജീവിതം, അത് കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ചെയ്യാൻ ഒരുപാട് കാര്യമാണ്. ഞാൻ യുവാക്കളോടൊന്ന് പറഞ്ഞു, യുവാക്കളോട് നമ്മുടെ അമ്മ മാതൃദേവോ ഭവ, മനുസ്മൃതി പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, പിതാ രക്ഷിതി കൗമാരേ, ഭർത്തൃ രക്ഷിതി യൗവനേ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, രക്ഷതി സ്തവരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി പറഞ്ഞാൽ സ്വന്തം അമ്മയെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളല്ലേ എന്ന്.
അല്ലേ? അല്ലേ? നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി പറയാണ്, ഉവൈസുൽ ഖർണിയെ കണ്ടാൽ നിങ്ങൾ ഉവൈസുൽ ഖർണിയോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. ആരാ ഉവൈസുൽ ഖർണി? സ്വന്തം മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകൻ. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്തറിയോ? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഇപ്പോ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമായി നേരിച്ചു, ഒരു ഭാസ്കരൻ ഇസ്ലാമായി, എന്നാല് അമ്മയും അച്ഛനും വേണ്ടെന്ന ഇസ്ലാം പറയുന്നത്. നീ എന്ന് മുസ്ലിമായോ അന്നാണ് നിനക്ക് നിന്റെ അമ്മയോടും അച്ഛനോടും ഏറ്റവും കടപ്പാട്. നീ മുസ്ലിമായി, പക്ഷെ നിന്റെ അമ്മയും അച്ഛനും ഹിന്ദുവാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ നീ അവരെ നോക്കണം. അവരെ കൂടെ നിനക്ക് കിടക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവർക്ക് വസ്ത്രം കൊടുക്കാം, അവരുടെ രോഗത്തിന് അവിടെ ചികിത്സിക്കാം, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാം. അതൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കണം ഖുർആൻ ചെയ്ത്. അല്ലാതെ തമ്മിൽ തെറ്റാണല്ല. സ്വന്തം അച്ഛൻ അമുസ്ലിമാണെങ്കിൽ പോലും അച്ഛനെ സംരക്ഷിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇതാ ഖുർആൻ. പടച്ചോ നിരോധിച്ചിട്ടില്ല മുസ്ലിങ്ങളായിട്ടുള്ള മൈത്രി ബന്ധം. നിങ്ങളോട് നല്ല കേൾക്കുന്ന എല്ലാ മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ നല്ലോണം നിന്നോളി. ഇപ്പൊ സുനാമി ഉണ്ടായി, 10 വീടുകൾ തകർന്നു പോയി, 9 വീട് മുസ്ലിങ്ങളുടെ, 1 വീട് അമുസ്ലിമിന്റെ. എന്താ വേണ്ടത്? അമുസ്ലിമിന്റെ അവിടെ കട്ടെ, 9 മുസ്ലിമിന്റെ വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന ഖുർആനിലെ 60-ാം അധ്യായം 8-ാമത്തെ വചനം അത് തീർത്തു. 10 പേർക്കും നിങ്ങൾ വീടുണ്ടാക്കി. അമുസ്ലിം അല്ലേ എന്ന് വിചാരിക്കാൻ പാടില്ല. ഇതാ മതം. ഈ മതത്തെ ശരിക്ക് പഠിച്ചാൽ മീഡിയകൾ പ്രചരിപ്പിക്കുന്ന തോന്നിയാസിന്റെ പിന്നാലെ നമ്മൾ പോകണ്ട. അത് ഞാൻ നിങ്ങളോട് ശരിക്കും പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയാം, എനിക്കൊക്കെ ഉള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഈ താടി കണ്ടാൽ ചില ആളുകൾക്ക് ദേഷ്യം പിടിക്കും. ഈ താടിക്ക് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കണേ, ഈ രോമത്തിന് വിവേകമുണ്ടോ, ബുദ്ധി ഉണ്ടോ? ഇപ്പൊ ഒരു ഹിന്ദുവിനെ കാണുമ്പോ ഈ രോമത്തിന് ബേജാറ് എന്താ? എന്തുകൊണ്ടാ? അത് മനസ്സിലല്ലേ ചങ്ങായിമാരെ? മനസ്സിലല്ലേ? ഈ അങ്ങനെയാണ് രവിശങ്കറിന്റെ മുടി പെരടി വരെയുണ്ട്. മൂപ്പര് എന്തൊരു ഭീകരവാദിയായിരിക്കും. മനുഷ്യൻ പൊട്ടപ്പോയത്. നിങ്ങൾക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ ക്ലീൻ ഷേവ് ആയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ ക്ലീൻ ഷേവ് ആയിരുന്നു. താടി വെച്ചിട്ട് ഞാൻ താടി നീട്ടി ഇവിടുത്തെ സിനിമാ തിയേറ്ററിൽ എനിക്ക് ക്യൂ നിൽക്കാവൂ, നോക്കണ ഒരു മൗലവി പിടിക്കടായാളെ എന്ന് നിങ്ങൾ പറയില്ലേ? നേരത്തെ മീശയും താടി മടിച്ചവന് വേശ്യാലയത്തിലും പോകാം, കള്ളിച്ചാപ്പിലും പോകാം, എവിടെയും പോകാം, എവിടെയും കയറുവാൻ ആരും നോക്കൂല. ഞാനിതും വെച്ച് മീശയും വെച്ച് ഒതുക്കി ഒരു ജുബയിട്ട് കള്ളിച്ചാപ്പിന് പിടിയടാ ബാലിശ്ശേരിനെ പിടിച്ചു കെട്ടടാ എന്നറിയില്ലേ? നേരെ മറിച്ച് ഇതേ ഞാൻ മീശയും താടിയൊക്കെ ഒഴിച്ച് എന്റെ പഴയ സ്റ്റൈലിൽ കോളേജ് കുമാരനായിട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലോ ഇന്നെ ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഇത് മനുഷ്യന് ധർമ്മബോധവും കൂടി നൽകും. ഞാൻ ഈ മദ്രാസിൽ ചെന്നു, അത് ഞാൻ എന്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പോലീസിന്റെ പിടിക്കണ രംഗം കണ്ടോളികൾ വെറുതെ. എന്റെ കയ്യിലൊരു സൂട്ട്കേസ് ഉണ്ട്, അപ്പൊ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉണ്ട് മദ്രാസിൽ. അതോടെ കടന്നപ്പോ പോലീസുകാരന്, സാർ കൊഞ്ചം നില്ലുങ്ക സാർ, ഇങ്ങ വാങ്ക സാർ. ഞാൻ ചോദിച്ചു, എതുക്കാക? இந்த பெட்டி ஓபன் பண்ணுங்க சார், பெட்டி ஓபன் பண்ணுங்க சார். அப்ப நான் ചോദിച്ചു, എന്തിനാ சார்? மன்னிச்சிடுங்க சார், இந்த பெட்டிக்குள்ள ஏதாவது இருக்கு, அவ்வளவு இன்ஃபர்மேஷன் வந்திருக்கு சார், பெட்டி ஓபன் பண்ணுங்க. அப்ப എനിക്ക് ഇത് ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ പറ്റും? എന്റെ 3 അടിവസ്ത്രം, 3 ബനിയൻ, വെള്ള തുണി, കുപ്പായം ഞാൻ ഓപ്പൺ പണിയെടുക്കും. സീക്രം ക്ലോസ് பண்ணுங்க സാർ. ഞാൻ ചോദിക്കണേ, ഒരു മുസ്ലിമിന് ഒരു സൂട്ട് കേസിൽ അടിവസ്ത്രം കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു? ഓന്റെ താടി നിന്നുകൊണ്ട് എന്തൊരു ദുര്യോഗായത്. ഏറ്റവും രസകരമായ ഒരു സംഭവം ഉണ്ടായി അമൃത ട്രെയിനിൽ. ഞാൻ തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്കിൽ പരിപാടി കഴിഞ്ഞ് കയറി അമൃതയിലെ S3-യിൽ 32 സീറ്റിൽ എന്റെ ബാഗ് വെച്ചിട്ട് ടോയ്ലറ്റ് പോയി. അപ്പൊ ആ ബർത്തില കമ്പാർട്ട്മെന്റിലുള്ള ആളുകൾ നിങ്ങളുള്ള താടിയുള്ള ജുബുള്ള ഒരാൾ ഒരു പെട്ടി വെച്ച് പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു, താടിക്കാരൻ പെട്ടിച്ചിട്ടുണ്ട്, ഓനെ കാണാനില്ല. പോലീസുകാർ 2 ആൾ വന്ന് ടോയ്ലറ്റിൽ ഭയങ്കര ഞാനാണ് മൂത്രമൊഴിച്ചോണ്ടിരിക്കുന്നത് ചങ്ങായിമാരെ. അപ്പൊ മുട്ടന്റെ ശക്തി കൂടിയപ്പോ പാതി മൂത്രം അവിടെ വെച്ച് കഴുകി ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇത് തുറന്നിട്ട് പോലീസ് ഇങ്ങോട്ട് കിടക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ കമ്പനിക്ക് പോരുന്നു നിങ്ങൾ 2 ആളും എന്റെ കൂടെ? എനിക്കൊന്ന് മൂത്രയ്ക്കാൻ സ്വാതന്ത്ര്യമല്ലേ? ബാബാ ഇതെന്താ എന്റെ പെട്ടിയിൽ? ഞാൻ ചോദിച്ചു, ഇവരൊക്കെ പെട്ടിയുണ്ടല്ലോ ഇവിടെ, അതിലെന്താ നിങ്ങൾ ചോദിച്ചു തുറന്നു ഓപ്പൺ ചെയ്താ എന്റെ പെട്ടി തുറക്കാം. അല്ലെ നിങ്ങൾ പോലീസ് അല്ല, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അല്ല, നിങ്ങൾ ഇവിടുത്തെ ഏത് കമ്പനി എന്റെ ബാഗ് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളാണാണ് ഞാനുമാണ്. എന്റെ പെട്ടിയിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയാം. ഇന്ന സംശയത്തിന് നേരിടുത്തി തീവ്രവാദിയൊക്കെ ഞാൻ അനുവദിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി 16 രാജ്യങ്ങളിൽ ഇപ്പോ അവസരം ഉണ്ടായിട്ടിരിക്കും. ഇന്ന് മനുഷ്യന്മാരിത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും, ഒരാവശ്യമില്ല. ഞാനൊരിക്കൽ SIനോട് എന്ത് പറഞ്ഞു, ഇത് ഈ കണ്ണൂർ ജില്ലയിൽ എവിടെ ബോംബ് വെക്കുന്നുള്ള മെസ്സേജ് കിട്ടി. അപ്പൊ ഞാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. പോലീസുകാർ ഞാൻ അങ്ങോട്ട് എടുക്കും എന്റെ ബേക്കിൽ, ഇങ്ങോട്ട് എടുക്കും എന്റെ ബേക്കിൽ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചായക്കടയിൽ നിന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചായ വാങ്ങി അതിങ്ങനെ കുടിച്ചിട്ട് ആ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇങ്ങനെ പോലീസുകാരെന്ന് തോണ്ടി വെക്കും. ഇതെന്താ സംഗതി? ഞാൻ ആ പോലീസുകാരനെ ഇങ്ങനെ തോണ്ടിയിട്ടുണ്ട്. സാർ, മീശയും താടിയില്ലാത്ത ആണുങ്ങൾ ബോംബ് വെച്ച് പോകും, ഇന്റെ അതും നോക്കി ഇറക്കണ്ട, നിങ്ങൾ അവിടെ ചെല്ലിയ നാണം കിട്ടും. പോലീസുകാരനായ നമുക്ക് കാര്യം പറഞ്ഞു, വെറുതെ മനുഷ്യന്മാര് പ്രശ്നം ഉണ്ടാക്കുകയാണ്.
വെറുതെ ഉണ്ടാക്കുകയാണ്. നേരെ മറിച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഗൗരവമായിട്ട് പോയിക്കൊള്ളണം. ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ പരസ്പരം ഒരുതരം സംശയത്തോടുകൂടി എല്ലാറ്റിനെയും നോക്കി കാണുന്ന. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു ഹോട്ടലിൽ കയറിയപ്പോ ഞങ്ങൾ 4 ആള് താടിയില്ല. ഹോട്ടലുകാർ ഞങ്ങൾ എന്താ മനുഷ്യന്മാരില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, സിംഹത്തിന്റെ പൂട കണ്ടിട്ടുണ്ട് മക്കളെ? ആൺസിംഹത്തിന്റെ പൂട അത് പഠിച്ചാ പിന്നെ സിംഹത്തിനെ പറ്റുമോ? ആണിന്റെ ക്വാളിറ്റി ആ താടി അന്തസ്സിന്റെ ഭാഗ. നേരത്തെ മീശയും താടി പഠിച്ച ഒരു പർദ്ദയും കുടിച്ചാലോ നല്ലൊരു സുന്ദരി കുട്ടിയാന്ന് തോന്നുന്നു. ആണുങ്ങളെ പ്രകൃത താടി, അതിന്റെ പേരിലൊക്കെ കലാപം ഉണ്ടാക്കി നടക്കുക ആളുകൾ. അതുകൊണ്ട് ഈ സംശയവും ഈ രോഗവും ഒക്കെ മാറ്റി നേർക്ക് നേരെ ഞാൻ നിങ്ങളോട് വളരെ രസകരമായി പറഞ്ഞു തരട്ടെ. എന്റെ ഒരു കേസൊക്കെ ഉണ്ട്. ഇവിടെ ആരാ കയ്യിലാപ്പുണ്ടെന്ന് അറിയില്ല. എന്തുകൊണ്ട് നാം ചിരിക്കുന്നില്ല ആണ് കേസറ്റിന്റെ പേര്. ട്രെയിനിൽ ഇങ്ങനെ യാത്ര പോകും ഞാൻ പലപ്പോഴും. അപ്പൊ അപ്പുറത്തിരിക്കുന്നവര് നമ്മുടെ താടിയൊക്കെ കണ്ടാൽ ചിരിക്കൂല. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ച ഞാൻ നേരെ അങ്ങോട്ട് കയറി, എന്താ ചിരിക്കാത്ത? ചിരിക്കൂലെന്ന് നോമ്പ് വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഒരാൾ. അപ്പൊ അയാൾ ചിരിച്ചു. ആ ചോദ്യം കേട്ടപ്പോ പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ചില ആളുകളുടെ ട്രെയിനിലൊക്കെ 9.5 മണിക്കൂറൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും മനുഷ്യന്. അവിടെ ഒഴിച്ചിട്ട് കൊടുക്കുക. എന്താ നിങ്ങളുടെ പേര്? ഒരു കട്ടൻ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് 2 ആളൂടെ ഇറങ്ങി കട്ടന്. നിങ്ങൾ എവിടെ സ്ഥലത്ത്? എന്തൊരു പരിചയ. എനിക്ക് ട്രെയിനിൽ മാത്രം യാത്രക്കാരുടെ 200 പേരുണ്ട്. എന്റെ ട്രെയിൻ യാത്രക്കാർ മാത്രം ഈ ഫോണിൽ 200 ആളുകൾ. അറിയാം നിങ്ങൾക്ക്? ഏതോ നാട്ടുകാർ, ഏതോ രാജ്യക്കാർ, ഏതോ ഭാഷക്കാർ, എല്ലാരും മനുഷ്യരാണ്. എല്ലാരെയും പരിചയപ്പെട്ടോളൂ, എല്ലാവരുമായിട്ട് ബന്ധം വെച്ചോളൂ. ആരും ആരെയും അക്രമികളായി കാണണ്ട. ഇനി അക്രമിയാണോ എന്നാ പോലും അവനെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തിക്കോ. മഹാത്മാഗാന്ധിനെ ബ്രിട്ടീഷുകാരെ ചവിട്ടിയപ്പോ ഗാന്ധിജീന്റെ 2 പല്ല് കൊഴിഞ്ഞു. ഗാന്ധിജി ആ പല്ലിങ്ങനെ തൊള്ളയിനെടുത്ത് ചോരയൊക്കെ കൂട്ടി ഇങ്ങനെ എടുത്തിട്ട് സാഹിബിനോട് ചിരിച്ച് ഉള്ള പല്ലുകൊണ്ട്. എന്നിട്ടൊരു ചോദ്യാണ്, അല്ല ഇന്റെ പരിക്കം പല്ല് തട്ടി അന്റെ വെളുത്ത മൃദുലമായ കാലിന് വേദനിച്ചോന്ന്. എങ്ങനെ? ഓൻ ചവിട്ടി പല്ല് ചോദിച്ചാ ഗാന്ധിജി ചോദിക്കണം, അല്ല എന്റെ ഈ പരിക്കം പല്ല് തട്ടിയിട്ട് അന്റെ വെളുത്ത കാലിന് വേദനായോ? ആ മഹാത്മാഗാന്ധിയാണ് ഈ രാജ്യം നയിച്ചത് കേട്ടോ. ഗോഡ്സെ അല്ല, മഹാത്മാഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിജിയുടെ ആത്മാവ് ഈ ഇന്ത്യ രാജ്യത്തിലെ തീവ്രവാദികൾക്ക് പുറത്തു തരില്ല എന്ന് ഞാൻ പറയുന്നു. ഏത് മതത്തിന്റെ പേരിലെ തീവ്രവാദവും ഈ രാജ്യത്തിന് അപകടമാണ്. ഒറ്റക്കെട്ടായി മുന്നേറാനാണ് ഇരിട്ടിയിലും പരിസര പ്രദേശത്തും കേരളത്തിന്റെ മണ്ണിലും ഏത് കാലത്തും ഈ ഉള്ളവൻ പ്രസംഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച കണ്ണൂര് കമ്പിൽ പ്രത്യേകമായി സജ്ജീകരിക്കപ്പെട്ട സലഫി നഗറിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഞങ്ങളുടെ സമ്മേളനം നടക്കും. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും പ്രാസംഗികരുടെയും നിങ്ങളൊക്കെ വരണം. ജാതി മതവും മറന്ന് വരണം, പഠിക്കണം. യുവാക്കളോട് 2 പുകവലിക്കരുത്, പെപ്സി കുടിക്കരുത്, കോള കുടിക്കരുത്. അപകടം, ശരീരം കേടുവന്നു, നിങ്ങൾ രോഗികളാവും. എന്റെ മക്കൾ അതൊന്നും ചെയ്യരുത്. ഈ ട്രെയിനിൽ ബംഗാളികൾ ഒരുപാടാണ്, വിദേശ പല സ്റ്റേറ്റുകാർ. പാൻപറാക്കും, പാസ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? എന്റെ ജീവിതം പാസ്. എന്റെ ജീവിതം പെട്ടെന്ന് കഴിയുന്ന, മനസ്സിലായോ? എന്റെ ജീവിതം പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഈ വൃത്തികെട്ട വെറ്റില, ഇതൊക്കെ ശരിയല്ലാതെ ചുണ്ടും പല്ലും ഒക്കെ കേടുവന്ന് നല്ല എനർജറ്റിക് ആയിരിക്കണം. ഏതെങ്കിലും ഒരു കുരങ്ങിന്റെ ഹൃദയം കള്ളു കുടിച്ച് കേടുവന്ന് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളെ അവസ്ഥ എന്താ? പഴം ജ്യൂസ് അടിച്ച മാതിരിയാ നമ്മുടെ കരളൊക്കെ. എന്താ ഓനിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഒരുത്തം വരുന്നുണ്ട, ഒറ്റ തട്ട അവിടുന്ന് ഷട്ടിലെട്ടിയ ഓനിപ്പുറത്ത് കള്ളിശാപ്പ് മുഴുവൻ കുടിച്ചതാ. ഒരു സഞ്ചരിക്കുന്ന കള്ളിശാപ്പാ വരുന്നത്. അവിടുന്ന് അങ്ങോട്ട് തട്ടി വിടുന്നു. അല്ലേ? കുടിയന്മാരുടെ നാടാ നമ്മുടേത്. അങ്ങനെ ആയി തീർന്നിരിക്കുന്നു നമ്മുടെ. ഓരോരുത്തരും കുടിക്കുകയാണ്. എത്രയും കുടിക്കണേ? ഈ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കുടിക്കണേ. പേരെന്തൊരു രസമുള്ള പേര്, ചാലക്കുടി. ചാലിട്ട് കുടിക്കുന്ന സ്ഥലം. അവിടെ പെരുന്നാളിനും വിഷുവിനും ഓണത്തിനും ഒക്കെ എങ്ങനെ അറിയും? ഓവുചാലിലേക്ക് കള്ളിച്ച് ഇങ്ങനെ നക്ക, ഓണം പെണ്ണും കെട്ടുപോയി. എന്നിട്ട് സ്വന്തം വീട്ടില് അമ്മ ശപിക്കുക, അച്ഛൻ ശപിക്കുക, മാതാപിതാക്കളെ ശപിക്കുക, ഉമ്മയും ബാപ്പയും ശപിക്കുക. ഇതല്ല യുവാക്കളെ ജന്മം. നല്ല കരുത്തുണ്ടാകണം, കായബലമുണ്ടാകണം, സമൂഹത്തെ സേവിക്കാൻ കരുത്തുണ്ടാകണം, പാവപ്പെട്ടവരെ സഹായിക്കണം, കഷ്ടപ്പെടുന്നവർക്ക് ശാന്തിയേകണം. അതിനാ മനുഷ്യന്റെ ജന്മം. മാധവസേവ, മാനവസേവ എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മുടെ നാട്? ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ചതാണ്. ഇസ്ലാം മനുഷ്യ സ്നേഹത്തിന്റെ മതമാണ്. പ്രവാചകൻ മദ്യപാനമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ചു. ചാരാശാലയില്ലാത്ത, വേശ്യാലയമില്ലാത്ത ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭരണകൂടത്തെ പ്രവാചകൻ നിർമ്മിച്ചെടുത്തു. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ചരിത്രത്തിന് നേടി ജീവിച്ചു ആ പ്രവാചക ചക്രവർത്തി.
ആ പ്രവാചകനെ നിങ്ങൾ അടുത്തറിയാം. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്റെ ഏതെങ്കിലും വാക്ക് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വേദനിക്കാതിരിക്കാൻ ഒരു മഹത്തായ സത്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ പ്രസംഗത്തിന്റെ ആകത്തുക ഞാൻ ഒന്നുകൂടെ പറയുന്നു. വേദങ്ങളെ ശക്തമായി പഠിക്കുകയും ഏകദൈവത്തെ മാത്രം ആരാധിക്കുകയും കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തറകളും മക്ബറുകളും ജാറങ്ങളും ദേവീദേവന്മാരും മാലാകമാരും സൂര്യനും ചന്ദ്രനും ഒരു സൃഷ്ടിയും ആരാധിക്കപ്പെട്ടുകൂടാ. സത്താവനെ മാത്രം ആരാധിക്കാം. ഇത് നിങ്ങൾ സ്വീകരിക്കാം, തള്ളിക്കളയാം. യാതൊരു നിർബന്ധവും മതത്തിന്റെ പേരിൽ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അതുകൊണ്ട് നിങ്ങളോട് നിർബന്ധമില്ലാതെ ഈ വസ്തുത പറഞ്ഞുകൊണ്ട് തമ്മിൽ തെറ്റിയവരും പിണങ്ങിയവരും പരസ്പരം നന്നാവുകയും സ്നേഹം പുലർത്തുകയും മതത്തിന്റെ പേരിൽ കലാപമേതാതിരിക്കുകയും വേണം. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്പഥത്തിലൂടെ സഞ്ചരിച്ച് ഈമാനികമായ ചൈതന്യം നേടി ധർമ്മബോധത്തിന്റെ പടകാഹളം മുഴക്കി പുതിയ യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയായി മാറി ഉന്നതമായ ജീവിതം നയിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹിയാഇ വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله وبركاته.